നൽകണമേ. ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങൾ ക്ഷമിക്കണം. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോദൃഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഓക്കെ, അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ അതിഥന്റെ തിരുനാമം അവതരിക്കപ്പെടട്ടെ. ഏറ്റവും ആദരണീയനായ വന്ദിനായ എബി തരകൻ അച്ഛൻ, വൈദിക സെമിനാറിലെ എൻ്റെ സഹോദരനായി സഹപാഠിയായി ഒരു ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്ത് അടയാളപ്പെടുത്തുവാനായിട്ടാണ് എനിക്ക് ഏറെ ഇഷ്ടം അച്ഛനെ. തീർച്ചയായിട്ടും ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ വലിയ രണ്ട് ദിശകളിലും രണ്ട് സ്ഥലങ്ങളിലും ഒക്കെ ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് ദൈവത്തിന്റെ വലിയ ചൈതന്യങ്ങളിലും കൃപയിലും ഒക്കെ ആയിരിക്കുവാനായിട്ട് സാധ്യമാകുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും 7 പേരോ 8 പേരാന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുമായിരിക്കുമോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ 20 പേരുണ്ട്. ഓക്കെ. എന്നെ ഒരു പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവുണ്ടായി. എന്റെ ഫോണ്, എനിക്കൊരു 1.5 വയസ്സുള്ള ഒരു മകനുണ്ട്. അവന് ഇന്ന് രാവിലെ എന്റെ ഫോൺ എടുത്ത് താഴെ വന്നിട്ട്, അതുകൊണ്ട് എന്റെ ഫ്രണ്ട് ക്യാമിന് ഒരു ചെറിയ വിഷയമുണ്ട്. ഫോണില്ല ഞാനിത് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന്റെ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഒരു കൺവെൻഷൻ പ്രസംഗമോ ഒന്നും അല്ലല്ലോ ഇന്ന്, ഒരു ക്ലാസ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു പോയിന്റ് ആയിട്ടാ നിങ്ങൾക്ക് ഞാൻ ഇത് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എടുക്കുന്ന ക്ലാസിന്റെ മുഴുവനും ടെസ്റ്റ് മുഴുവനും ഞാൻ അത് പോയിന്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വരാൻ സാധ്യതയുള്ള എസ്സേ ടൈപ്പ് ചോദ്യങ്ങൾ കൂടെ ഓരോ ചാപ്റ്ററിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങൾ വീതവും ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ 2 ചാപ്റ്റർ ആണല്ലോ ഇന്ന് എടുക്കാനായിട്ടുള്ളത്. 10 ചോദ്യങ്ങൾ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളുടെ ഞാൻ ഉണ്ടാക്കി അതിന്റെ ഉത്തരം എഴുതിയിട്ടുണ്ട്. അതെല്ലാം എബി തരകൻ അച്ഛന് ഞാൻ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് കിട്ടും. ഓക്കെ. പ്രത്യേകിച്ച് എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ 5-ാം അധ്യായത്തിലായിരുന്നു. അത് കഴിഞ്ഞു എന്നാണ് വിചാരം. കഴിഞ്ഞ ക്ലാസ് ആരായിരുന്നു എടുത്തത്? മാത്യു അച്ഛൻ. ഓക്കെ. തീർച്ചയായിട്ടും അച്ഛൻ ആ ഇൻട്രൊഡക്ഷൻ ഒക്കെ 5-ാം അധ്യായത്തിൽ പറഞ്ഞു കാണുമായിരിക്കുമെങ്കിലും അടിസ്ഥാനപരമായിട്ട് ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എസ്തേറിന്റെ പുസ്തകത്തിൽ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറയുകയാണ്. അടിസ്ഥാനപരമായ വിവരങ്ങൾ. ഇത് പഴയ നിയമത്തിലെ 17-ാമത്തെ പുസ്തകമാണെന്നറിയാം. ഞാൻ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈ അച്ഛൻ എന്ത് തോന്നും? അച്ഛനൊന്നും തോന്നുകയില്ല. നിങ്ങൾക്ക് എന്നോട് അന്നേരം തന്നെ ചോദിക്കാം കേട്ടോ. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്നോട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു പഠനമാണല്ലോ. പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള എസ്തേറിന്റെ പുസ്തകത്തിന്റെ വിവരങ്ങൾ. പഴയ നിയമത്തിലെ 17-ാമത്തെ പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം എന്ന് നിങ്ങൾക്കറിയാം. എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല യഥാർത്ഥത്തിൽ. ചിലർ പറയുന്നു ചിലപ്പോൾ മൊർദെഖായി ആണ് എഴുത്തുകാരൻ എന്ന് പറയുന്നു. ചിലർ പറയുന്നു എസ്രാ ന്യായശാസ്ത്രിയാണ് എഴുത്തുകാരൻ എന്ന് പറയുന്നു. എന്നാൽ ചിലർ പറയുന്നു നെഹമ്യാവാണ്, നെഹമ്യാവിന്റെ രീതിയിലാണ് ഇത് എഴുതിയതെന്ന് പറയുന്നു. നെഹമ്യാവിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയും ഒക്കെ കാണുന്നുണ്ട്. എന്നാലും എഴുതിയ കാലഘട്ടം കൃത്യമാണ്. അത് BC 5-ാം നൂറ്റാണ്ടിലാണ് എഴുതിയത്. കാരണം പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തെ പറ്റി പറയുന്നുണ്ട്, അഹശ്വരോഷിനെ പറ്റി പറയുന്നുണ്ട്, ശൂഷൻ രാജധാനിയെ പറ്റിയൊക്കെ ശക്തമായിട്ടും എസ്തേറിന്റെ പുസ്തകത്തിന്റെ അകത്ത് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ BC 5-ാം നൂറ്റാണ്ടിൽ തന്നെയാണ് ഈ പുസ്തകം എഴുതിയത്. ഇതിന്റെ പശ്ചാത്തലവും നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്. എന്തെങ്കിലും വാക്കുകൾ വല്ലതും മലയാളത്തിൽ ഞാൻ പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷ് പദങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എല്ലാവരും മലയാളമൊക്കെ അറിയാവുന്ന ആൾക്കാരാണെന്നാണ് എബി അച്ഛൻ എന്നോട് പറഞ്ഞത്. നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാനാണ് ഇഷ്ടമെന്നും അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എഴുതിയ പശ്ചാത്തലം, പ്രത്യേകിച്ച് രാജാവായ അഹശ്വരോഷിന്റെ കാലമാണ് ഇത് എഴുതിയ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കണം. ഇതാണ് അടിസ്ഥാനപരമായി എസ്തേറിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ. ഇനിയും ഒരു അഡീഷണൽ ആയിട്ട് ഈ പുസ്തകത്തെ പറ്റി മനസ്സിലാക്കുവാനായിട്ടുള്ളത്, പഴയ നിയമത്തിലെ മെഗിലോത്ത് അല്ലെങ്കിൽ സ്ക്രോൾസ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. പ്രത്യേകിച്ച് ഇത് പുസ്തകത്തിന്റെ അകത്തിൽ നമുക്ക് തന്നിരിക്കുന്ന പുസ്തകത്തിന്റെ അകത്തിലൊന്നുമില്ല. പ്രത്യേകിച്ച് സ്ക്രോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിലെ 5 പുസ്തകങ്ങളെയാ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെയാണ്? ഇത് ഉത്തമഗീതവും സഭാപ്രസംഗയും വിലാപങ്ങളും രൂത്തും എസ്തേറും
ഈ 5 പുസ്തകങ്ങളെ മെഗിലോത്ത് എന്നാണ്, സ്ക്രോൾസ് എന്നാണ് യഥാർത്ഥത്തിൽ പറയുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ദൈവത്തെ നേരിട്ട് പരാമർശിക്കാത്ത ബൈബിളിലെ ഒരു പുസ്തകമാണ് എസ്തേർ എന്നറിയാം. എന്നാൽ ദൈവത്തിന്റെ മറന്നുകൊണ്ട് ഒരു ഇടപാടുകളും എസ്തേറിന്റെ പുസ്തകത്തിനകത്ത് ഇല്ലെന്നും ഈ പുസ്തകം വായിച്ചിട്ടുള്ള നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. രണ്ടാമത് ഈ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ ചരിത്രപരമായ പ്രത്യേകത. ആദ്യമേ പറഞ്ഞത് എന്തായിരുന്നു? അടിസ്ഥാനപരമായ വിവരങ്ങളാണ് പറഞ്ഞത്. രണ്ടാമത് പറയുവാനായിട്ടുള്ളത് ചരിത്രപരമായ ചില പ്രത്യേകതകൾ, ഹിസ്റ്റോറിക്കൽ റെലവൻസ് ആണ് യഥാർത്ഥത്തിൽ. കഥ നടക്കുന്നത്, ഒന്നാമത് അതിൻ്റെ അകത്തിൽ പറയാനായിട്ടുള്ളതും കഥ നടക്കുന്നത് പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ശൂഷൻ രാജധാനിയിലാണെന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രവാസ ജീവിതത്തിലായിരുന്ന യഹൂദന്മാരുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ചൊക്കെ ഇതിൻ്റെ അകത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായോ? ദൈവത്തിന്റെ പേര് പുസ്തകത്തിൽ നേരിട്ട് ഒരിക്കൽ പോലും വരുന്നില്ല എങ്കിലും ദൈവികപരമായ ഇടപെടലുകളാണ് ഈ പുസ്തകം മുഴുവനായി പറയുന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. രാജ്ഞി വസ്തിയെ പുറത്താക്കുകയും യഹൂദ യുവതിയായ എസ്തേർ രാജ്ഞിയായി വരികയും ചെയ്യുന്നതാണ് ഇതിന്റെ ചരിത്രപരമായ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ ഈ പുസ്തകത്തിന്റെ അതിലെ മൂന്നാമത് പറയുവാനായിട്ടുള്ളത്, ഈ പുസ്തകത്തിൽ പ്രധാനമായി സംസാരിക്കുന്ന പ്രധാന വിഷയങ്ങൾ, ഒന്നാമത് പറയുന്നത് ദൈവജനത്തിന്റെ സംരക്ഷണവും ദൈവിക പരിപാലനവുമാണ്. ഓക്കെ ആണോ? ദൈവജനത്തിന്റെ സംരക്ഷണവും ദൈവിക പരിപാലനയുമാണ് ഈ പുസ്തകത്തിൽ അതിൽ ഒന്നാമത് പറയുന്നത്. രണ്ടാമത് ദൈവത്തിന്റെ അന്തർലീനമായ സ്വാധീനമാണ്, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്, ഗോഡ്സ് ഇന്റർവെൻഷനെ പറ്റിയാണ് ഇതിൻ്റെ അതിൽ പറയുന്നത് രണ്ടാമത്. മൂന്നാമത് വിശ്വാസത്തോടും ധൈര്യത്തോടും കൂടിയ സ്ത്രീയായ എസ്തേറിന്റെ ആത്മത്യാഗത്തെ കുറിച്ചാണ് ഇതിൻ്റെ അതിൽ പറയുന്നത്. നാലാമത് യഹൂദന്മാർക്കെതിരെ നടക്കുന്ന വിദ്വേഷ പീഡനങ്ങൾക്ക് നേരെയുള്ള ദൈവിക വിജയമാണ് പറയുന്നത്. അഞ്ചാമത് പൂരീം പെരുന്നാളിന്റെ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ആരംഭത്തെ കുറിച്ചും ഈ പുസ്തകത്തിലാണ് പറയുന്നത്, നിങ്ങൾക്കറിയാമല്ലോ. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ കുറേയേറെ ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഇനിയും അത് കുറെ പാഠങ്ങൾ അല്ലെങ്കിൽ പഠനങ്ങൾ ഇതിൻ്റെ അകത്തിൽ പറയുന്നുണ്ട്. ഒന്നാമത്തെ പഠനം ധൈര്യത്തെ കുറിച്ചുള്ളതാണ് ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. രാജാവിന്റെ മുമ്പിൽ ഞാൻ പോകും, എങ്കിൽ മരിച്ചാലും ഞാൻ മരിക്കും എന്ന എസ്തേറിന്റെ ധൈര്യം ഇതിനകത്തിൽ എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ ദൈവം മറവിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിൽ അതിൽ കാണാം. ദൈവത്തെ നേരിട്ട് പരാമർശിക്കാത്ത സംഭവങ്ങളിലെല്ലാം അവന്റെ കൈപുണ്യം ഈ പുസ്തകത്തിന്റെ അതിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതോടൊപ്പം മൂന്നാമത് അഹങ്കാരം നശിക്കുന്നു എന്നുള്ളത് ഈ പുസ്തകത്തിന്റെ അകത്ത് സംസാരിക്കുന്നുണ്ട്. ഹാമാന്റെ തന്ത്രങ്ങളും അവനിൽ തന്നെ എത്തുന്നതൊക്കെ നമ്മൾ ഈ പുസ്തകത്തിന്റെ അകത്തിലൂടെ കാണുന്നു എന്നതുകൊണ്ടാണ് അഹങ്കാരം നശിക്കുന്നു എന്നുള്ള വലിയ പഠനങ്ങൾ അല്ലെങ്കിൽ പാഠം ഈ പുസ്തകം തരുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയും ഉപവാസവും ദൈവജനത്തിന്റെ ആയുധങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം അവസാനമായി വിശ്വാസത്തിന്റെയും വിശ്വാസികളുടെയും ഐക്യത്തെക്കുറിച്ച് ഈ വേദഭാഗമൊക്കെ നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ജനങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് രക്ഷ ലഭിച്ചു എന്നുള്ള വലിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ സാൽവേഷൻ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ ഈ വേദഭാഗത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനി അടുത്തത് അഞ്ചാമത് എസ്തേറിന്റെ പുസ്തകത്തിലെ പ്രധാന സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇത്രയും അധ്യായം നീളുന്ന ഈ പുസ്തകത്തിൽ അതിലെ പ്രധാന സംഭവങ്ങൾ പറഞ്ഞു. ഓക്കെ, പ്രധാന സംഭവങ്ങൾ ഈ പുസ്തകത്തിൽ നിങ്ങൾക്ക് അറിയാം. പ്രത്യേകിച്ച് എല്ലാവരും എസ്തേറിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടല്ലോ, ഇല്ലേ? എസ്തേറിന്റെ പുസ്തകം അറിയാവുന്നവരാണ്, എസ്തേറിന്റെ പുസ്തകം വായിച്ചിട്ടുള്ളവരാണ് നിങ്ങളൊക്കെ എന്നുള്ള ഒരു ഇതിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. നിങ്ങളെല്ലാം പഠിച്ച് മിടുക്കുകളാണ് ഇതിൻ്റെ അതിലുള്ളവരെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഒരു വലിയ ആ പുസ്തകത്തെ കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒരു പരിധി വരെയൊക്കെ നിങ്ങൾ ഇത്രയും 5 ചാപ്റ്റർ വരെ പഠിച്ച് കഴിഞ്ഞവരാണ്. 6ാമത്തെ ചാപ്റ്റർ ആണല്ലോ എന്നെ ഏൽപ്പിച്ചേക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അതൊക്കെ പഠിച്ചവരായിരിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് എനിക്കുള്ളത് യഥാർത്ഥത്തിൽ. ഇനി ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഏത് വേദഭാഗമാണെങ്കിലും
പഠിക്കാൻ ഒരു സിമ്പിൾ ട്രിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും എവിടെയൊക്കെ ആയിരുന്നാലും രാവിലെയും വൈകിട്ടും വേദപുസ്തകം വായിക്കുന്നവർ എല്ലാവരും നമ്മുടെ വീട്ടിൽ കുടുംബത്തോട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. ഇപ്പൊ രാവിലെ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. രാവിലെ ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിരിക്കും നിങ്ങൾ അവിടെ ആയിരിക്കുന്നത്. ഓരോ ചാപ്റ്റർ അനുസരിച്ച് ഓരോരുത്തർ വായിക്കുക. അത് കൃത്യം ഓർഡറായിട്ട് വായിക്കുക. ഇപ്പൊ രൂത്തിന്റെ പുസ്തകമാണ് പഠിക്കുന്നെങ്കിൽ രൂത്തിന്റെ ഒന്നാമത് ഒരാൾ വായിക്കുക, രണ്ടാമത് വായിക്കുക, അങ്ങനെ ഓർഡർ അനുസരിച്ച് വായിക്കാം. എസ്തേറിന്റെ ഒന്നാം പുസ്തകം വായിക്കുക, രണ്ടാം പുസ്തകം വായിക്കാം. ഒരു 4 അംഗങ്ങളൊക്കെ ഉള്ള വീട്ടില് ഒരു 3 ദിവസം കൊണ്ട് നമുക്ക് ഈ വർഷത്തെ പഠിക്കാനുള്ള ഭാഗം മൊത്തം നമുക്ക് വായിച്ചു തീർക്കാനായിട്ട് സാധിക്കും. വായിച്ചു തീർക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തെ പറ്റി മുഴുവനായിട്ട് നമുക്ക് മനസ്സിലാവും. അതാണ് യഥാർത്ഥത്തിൽ ചെയ്യുവാനായിട്ടുള്ളത്. ഇനി പ്രധാന സംഭവങ്ങൾ എന്താണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ? ഒന്നാമത് വസ്തി രാജ്ഞിയെ പുറത്താക്കലാണ്. അറിയാമല്ലോ പശ്ചാത്തലം എന്തുകൊണ്ടാണ്, പല കാരണങ്ങൾ അതിന് നിരത്തുന്നുണ്ട്, അതൊക്കെ പിന്നീടുള്ള ഭാഗങ്ങളിലൊക്കെ പറയാം. രണ്ടാമത് ഈ പ്രധാന സംഭവം എസ്തേർ രാജ്ഞിയായി തെരഞ്ഞെടുക്കപ്പെടലാണ്. മൂന്നാമത് മൊർദെഖായി രാജാവിനെതിരായി ഗൂഢാലോചന പുറത്തു വരുന്നു മൊർദെഖായിയുടെ. അടുത്തത് ഹാമാൻ യഹൂദരെ നശിപ്പിക്കാൻ കൽപ്പന ഇറക്കുന്നു. അടുത്തത് എസ്തേർ ജനങ്ങൾക്ക് വേണ്ടി ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നു, രാജാവിന്റെ അടുക്കലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് 4-ാം അധ്യായത്തിൽ കാണാം. എസ്തേറിന്റെ വിരുന്ന്, രാജാവിന്റെ ആനുകൂല്യവും അതോടൊപ്പം തന്നെ ഹാമാന്റെ വീഴ്ചയും മൊർദെഖായിയുടെ ഉയർച്ചയും വേദഭാഗത്തിൽ സംസാരിക്കുന്നുണ്ട്. യഹൂദരുടെ വിജയം, ശത്രുക്കളെ തോൽപ്പിക്കൽ എന്നൊക്കെ കാണുന്നുണ്ട്. അവസാനം ഇതിന്റെയൊക്കെ പ്രതീകമായി പൂരീം ഉത്സവത്തിന്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ, പൂരീം പെരുന്നാളിനെ പറ്റിയൊക്കെ അവിടെ പറയുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഇതൊക്കെയാണ് വേദഭാഗത്തിൽ പ്രധാനമായിട്ടും സംസാരിക്കുന്ന കാര്യങ്ങളെങ്കിലും ഇതിലെ ആത്മീയ സന്ദേശം 3-4 കാര്യങ്ങളാണ് ഇതിലെ. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അടുത്തത്. എസ്തേറിന്റെ പുസ്തകത്തിലെ പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിലെ ആത്മീയ സന്ദേശങ്ങളും എസ്തേറിന്റെ മുഴുവൻ പുസ്തകത്തിലെയും ആത്മീയ സന്ദേശങ്ങൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. ദൈവം മറഞ്ഞിരിക്കുന്ന പ്രകാശം, അതായത് ഹിഡൻ ലൈറ്റ് പോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത് എസ്തേറിന്റെ പുസ്തകം നമ്മളോട് സംസാരിക്കുന്നത്. Excuse me, Achan. Can I ask you to explain that in English, please? ഇത് ലാസ്റ്റിൽ പറഞ്ഞാൽ മതിയോ? Pardon? ഹലോ. Yeah. Yes, Achan. ഇതിന്റെ നോട്ട്സ് മൊത്തം ഞാൻ തരും. എക്സ്പ്ലെയിൻ ചെയ്തുള്ള നോട്ട്സ് ആയി തരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ. Okay. ഇതിന്റെ പ്രധാനപ്പെട്ട ആത്മീയ സന്ദേശങ്ങൾ, ഒന്നാമത് ദൈവം മറഞ്ഞിരിക്കുന്ന പ്രകാശമാണെന്ന് ഈ വേദഭാഗം സംസാരിക്കുന്നു. രണ്ടാമത് പ്രവാസത്തിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കപ്പെടുന്നു. മൂന്നാമത് ദൈവജനത്തിന്റെ വിശ്വാസ ജീവിതം, പ്രാർത്ഥന, ഉപവാസം, ധൈര്യം രക്ഷയുടെ മാർഗമാണെന്ന് കാണിക്കുന്നു. അവസാനമായി അഹങ്കാരം തകർന്നു പോവുകയും ദൈവവിശ്വാസം ഉയർത്തപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കാണുവാനായിട്ട് ഇടയാകും. ഇനിയും പ്രധാനപ്പെട്ട ഈ എസ്തേറിന്റെ 1-ാം പുസ്തകത്തിലെ പ്രത്യേക 1-ാം അധ്യായം, അതായത് നിങ്ങളുടെ ചാപ്റ്റർ 6 ആണല്ലോ 1-ാം അധ്യായമായിട്ട് പറയുന്നത്. ചാപ്റ്റർ 5 ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. എസ്തേറിന്റെ പുസ്തകത്തെ കുറിച്ചുള്ള ജനറൽ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും 1-ാം അധ്യായത്തെ കുറിച്ച് സവിസ്തരം സംസാരിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിലെ, ഈ വട്ടത്തെ പഠന പുസ്തകത്തിലെ ചാപ്റ്റർ 6 ആണ് യഥാർത്ഥത്തിൽ. അത് എസ്തേറിന്റെ ബുക്കിന്റെ ചാപ്റ്റർ 1 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിലെ പ്രധാനപ്പെട്ട 1-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ചോദ്യങ്ങളൊന്ന് പറയുന്നു. ഇത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ്. 4 കാര്യങ്ങൾ, 4 ചോദ്യങ്ങളാണ് ഒരു 5 മാർക്കിന്റെ അല്ലെങ്കിൽ ഒരു 4 മാർക്കിന്റെ ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പറയുന്നത്. ഒന്നാമത്തെ ചോദ്യം ഇതായിരിക്കാം: എസ്തേറിന്റെ 1-ാം അധ്യായത്തിൽ രാജാവിന്റെ വിരുന്നുകളും അതിലൂടെ പ്രകടമായിരുന്ന അഹങ്കാരവും വിശദീകരിക്കുക. മനസ്സിലായോ ചോദ്യം? എസ്തേറിന്റെ 1-ാം അധ്യായത്തിൽ രാജാവിന്റെ വിരുന്നുകളും അതിലൂടെ പ്രകടമായിരുന്ന അഹങ്കാരവും വിശദീകരിക്കുക. മനസ്സിലായോ എന്താണെന്നുള്ളത്? എന്താ നിങ്ങൾക്ക് പറയാമോ? എന്താ വേലും അതിനെപ്പറ്റി?
രാജാവിന്റെ വിരുന്നുകളും അതിലൂടെ പ്രകടമായിരുന്ന അഹങ്കാരവും വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ 1-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം, അഹശ്വേരോശ് രാജാവ് 127 സംസ്ഥാനങ്ങളിലെ പ്രഭുക്കന്മാരെയും സേനാധിപന്മാരെയും വിളിച്ച് 180 ദിവസം നീണ്ടുനിന്ന വിരുന്ന് നടത്തി, ഫീസ്റ്റ് നടത്തി എന്നാണ് കാണുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാജാവിന്റെ വിരുന്നും അതിലെ വലിയ ബാഹ്യമായ പൊങ്ങച്ചവും, നമ്മുടെ രീതിയിൽ പറഞ്ഞ പൊങ്ങച്ചവും അഹങ്കാരമൊക്കെയാണ്. ഒന്നാമത് അഹശ്വേരോശ് രാജാവ് 127 സംസ്ഥാനങ്ങളിലെ പ്രഭുക്കന്മാരെയും സേനാധിപന്മാരെയും വിളിച്ച് 180 ദിവസം നീണ്ടുനിന്ന ഒരു വലിയ വിരുന്ന് നടത്തി എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റായിട്ട് നിങ്ങൾ അതിൻ്റെ അതിൽ എഴുതേണ്ടത്. രണ്ടാമത്, ഈ വിരുന്നിന്റെ ലക്ഷ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ? ഈ വിരുന്നിന്റെ ലക്ഷ്യം സാമ്രാജ്യത്തിന്റെ സമ്പത്ത് കാണിക്കുക, ആഡംബരം, മഹത്വം, അധികാരം എന്നിവ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ്. സാമ്രാജ്യത്തിന്റെ, അഹശ്വേരോശിന്റെ സാമ്രാജ്യത്തിന്റെ സമ്പത്ത് കാണിക്കുക, ആഡംബരം കാണിക്കുക, മഹത്വം കാണിക്കുക, അധികാരം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഈ വിരുന്നിന്റെ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. രാജധാനിയുടെ ഉദ്യാനത്തിലെ അടുത്ത പോയിന്റാണ്, 3-ാമത്തെ പോയിന്റ് ആ ചോദ്യത്തിന്റെ. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. പ്രത്യേകിച്ച് എസ്തേർ രാജാവിന്റെ വിരുന്നിലൂടെ അതിലൂടെ പ്രകടമാകുന്ന അഹങ്കാരം വിശദീകരിക്കുക എന്നുള്ളതാണല്ലോ അതിന്റെ 3-ാമത്തെ പോയിന്റായിട്ട് എഴുതേണ്ടത്. നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ അല്പം കൂടെ എളുപ്പമാകട്ടെ എന്നുള്ള തരത്തിലാണ് ഈ ക്വസ്റ്റ്യനായിട്ട് തന്നെ അങ്ങ് പറയുന്നത് കേട്ടോ. രാജധാനിയുടെ ഉദ്യാനത്തിൽ 7 ദിവസം നീണ്ടുനിന്ന മറ്റൊരു വിരുന്ന് നടത്തി, വലിയവരും ചെറിയവരും ഉൾപ്പെടെ എല്ലാവരും പങ്കുചേരാമായിരുന്നു എന്നുള്ളതാണ്. രാജധാനിയുടെ ഉദ്യാനത്തിൽ 7 ദിവസം നീണ്ടുനിന്ന മറ്റൊരു വിരുന്ന് നടത്തി, വലിയവരും ചെറിയവരും എല്ലാവരെയും ഉൾപ്പെടുത്തി പങ്കുചേരാമായിരുന്നു. വിലയേറിയ തിരശീലകൾ, പൊൻവെള്ളി പാത്രങ്ങൾ, സമൃദ്ധമായ വീഞ്ഞ് എന്നിവ രാജാവിന്റെ അഹങ്കാരത്തെയും ആഡംബരത്തെയുമാണ് തെളിയിക്കുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ വീട്ടിലായിരുന്നെങ്കിലോ നമ്മളൊക്കെ ഏത് പ്ലേറ്റിലായിരിക്കും വിളമ്പുക? നിങ്ങളൊക്കെ ഓസ്ട്രേലിയയിലായതുകൊണ്ട് അവിടെയൊക്കെ ഉള്ള സുലഭമായിട്ടുള്ള മെറ്റൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്കറിയാം, ഏറ്റവും നല്ല പാത്രങ്ങളൊക്കെ ഏറ്റവും വലിയ ആളുകളൊക്കെ വരുമ്പോൾ നമ്മളിങ്ങനെ വിളമ്പാൻ വേണ്ടി വെക്കും. എന്നാൽ സ്വാഭാവികമായും ഇദ്ദേഹം വിളമ്പുന്നത് പൊൻവെള്ളി പാത്രങ്ങളും സമൃദ്ധമായ വീഞ്ഞ് എന്നിവ രാജാവിന്റെ അഹങ്കാരത്തെയും ആഡംബരത്തെയുമാണ് കുറിക്കുന്നത്. 4-മത്, ഈ വിരുന്നിലൂടെ മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ പരമാവധി പ്രകടനം കാണാമെങ്കിലും അതിന്റെ നടുവിൽ തന്നെയാണ് ദൈവത്തിന്റെ രക്ഷാപദ്ധതി രൂപപ്പെടുന്നത് എന്ന് തന്നെയാണ് നമുക്ക് കാണുന്നത്, അല്ലേ? അഹശ്വേരോശിന്റെ ഈ വിരുന്നിന്റെ ഒക്കെ ഇടയ്ക്ക് ദൈവത്തിന്റെ പദ്ധതിയും അവിടെ വെളിപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ അഹങ്കാരത്തിന്റെ ഒക്കെ പ്രകടനത്തിന്റെ മധ്യത്തിലും ദൈവിക ഇടപെടൽ അവിടെ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാകുന്നു. 1-ാമത്തെ ചോദ്യം അതാ. 2-മത്, വസ്തി രാജ്ഞിയുടെ അനുസരണക്കേടും അതിന്റെ ഫലവും വിശദീകരിക്കുക. വസ്തി രാജ്ഞി വല്ല അനുസരണക്കേട് വല്ലതും കാണിച്ചായിരുന്നോ? തീർച്ചയായിട്ടും കാണിച്ചു. അപ്പം അതിന്റെ വസ്തി രാജ്ഞിയുടെ അനുസരണക്കേടും അതിന്റെ ഫലങ്ങളും, അവൾ അനുഭവിക്കേണ്ടി വരുന്ന ഫലങ്ങളും വിശദീകരിക്കുക എന്നുള്ളതാണ് 2-മത്തെ ഒരു പ്രധാന എസ്സേ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. വിരുന്നിന്റെ 7-ാം ദിവസം രാജാവ്, 1-ാമത്തെ പോയിന്റ് ആണ്, വിരുന്നിന്റെ 7-ാം ദിവസം രാജാവ് വസ്തിയെ രാജകിരീടം ധരിച്ച് വിരുന്നുകാരുടെ മുന്നിൽ വരാൻ കൽപ്പിച്ചു. എന്നാൽ വസ്തി രാജ്ഞി അത് നിരസിക്കുന്നതൊക്കെ നമുക്കറിയാമല്ലോ. ഈ വസ്തി രാജ്ഞി ഇത് നിരസിക്കുവാനായിട്ട് പല കാരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടായിരിക്കാം എന്ന് കൃത്യമായിട്ട് വേദഭാഗങ്ങൾ അത് സംസാരിക്കുന്നില്ലെങ്കിലും എന്തായിരിക്കാം കാരണം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുമ്പോൾ രാജാവിന്റെ മദ്യലഹരി ആയിരിക്കും കാരണം. അതോടൊപ്പം തന്നെ സൗന്ദര്യ പ്രദർശനം അപമാനകരമായി ആണ് എന്ന് ഭയന്നിട്ടായിരിക്കാം ഒരുപക്ഷെ വസ്തി ഇതിന് മുതിരാതിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ
സ്ത്രീകൾക്കായി പ്രത്യേക വിരുന്നിൽ പങ്കെടുത്തിരുന്നത് പുരുഷാധികാരത്തിന്റെ സമൂഹം ഇതിനെ വലിയൊരു അപമാനമായി കണക്കാക്കി. ഇതൊക്കെ ആയിരിക്കാം കാരണം. അതോടൊപ്പം തന്നെ ഉപദേഷ്ടാക്കന്മാർ, പ്രത്യേകിച്ച് മെമുഖാൻ തുടങ്ങിയ അല്ലെങ്കിൽ രാജ്ഞിയെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് നിർദ്ദേശിച്ചു. കാരണം രാജാവിന്റെ ഉപദേഷ്ടാക്കന്മാരൊക്കെ ഈ വസ്തി രാജ്ഞിയെ രാജ്ഞി സ്ഥാനത്തു നിന്ന് നീക്കണമെന്ന് നിർദ്ദേശിച്ചു. ഉത്തരവിലൂടെ വസ്തിയെ നീക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാനും സാധിക്കും. അതോടൊപ്പം തന്നെ പുതിയൊരു രാജ്ഞിയെ തെരഞ്ഞെടുക്കണമെന്ന് കൽപ്പിച്ചു. ലാസ്റ്റിൽ നമുക്ക് എഴുതാനായിട്ടുള്ളത് എല്ലായിടത്തും ഭർത്താക്കന്മാർക്ക് അധികാരം വേണമെന്ന് പ്രഖ്യാപിച്ചു. അതിനെയൊക്കെ സ്വാഭാവികമായും വസ്തി എതിർത്തത് കൊണ്ടായിരിക്കാം. ഈ കാരണങ്ങളൊക്കെയാണ് നമുക്ക് പറയുവാനായിട്ടുള്ളത്. ഒന്നുകൂടെ പറയാം. വിരുന്നിന്റെ 7-ാം ദിവസം വസ്തി രാജ്ഞിയെ രാജകിരീടം ധരിച്ച് വിരുന്നുകാരുടെ മുൻപിൽ വരാൻ കൽപ്പിക്കുന്നുണ്ട്. എന്നാൽ വസ്തി രാജ്ഞി അത് നിരസിക്കുന്നു. നിരസിച്ചേക്കാവുന്ന ചില കാരണങ്ങൾ രാജാവിന്റെ മദ്യലഹരിയും സൗന്ദര്യ പ്രദർശനം അപമാനകരമായിരിക്കാമെന്ന് ഭയന്നിട്ടായിരിക്കാം. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം വിരുന്നിൽ പങ്കെടുത്തിരുന്നത് പുരുഷാധിപത്യ സമൂഹത്തിൽ സ്ത്രീക്ക് അപമാനകരമായ ഒരു 2ാം പൗരന്മാരെന്നുള്ള രീതിയിൽ കണക്കാക്കിയതുകൊണ്ടായിരിക്കാം. ഉപദേഷ്ടാക്കന്മാർ, പ്രത്യേകിച്ച് മെമുഖാൻ തുടങ്ങിയ ഉപദേഷ്ടാക്കന്മാർ രാജ്ഞി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് നിർദ്ദേശിച്ച് ഉത്തരവിലൂടെ വസ്തിയെ നീക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. പുതിയൊരു രാജ്ഞിയെ തെരഞ്ഞെടുക്കുവാനായിട്ട് കൽപ്പിക്കുന്നു. എല്ലായിടത്തും ഭർത്താക്കന്മാർക്ക് അധികാരം വേണമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് പറയുവാനായിട്ടും നിങ്ങൾ എഴുതേണ്ടത്. മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം, വസ്തി രാജ്ഞിയുടെ സംഭവത്തിലൂടെ ദൈവിക ഒരുക്കങ്ങൾ എങ്ങനെ വെളിപ്പെട്ടു? വസ്തി രാജ്ഞിയുടെ സംഭവത്തിലൂടെ ദൈവിക ഒരുക്കങ്ങൾ എങ്ങനെ വെളിപ്പെട്ടു? നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്ന് പറയാമോ ആരെങ്കിലും? God's plan to bring a God-fearing lady to ultimately deliver Jews and redeem the Jewish people. ശരിയാണ്, അതൊക്കെയാണ്. എങ്കിലും വസ്തിയുടെ അനുസരണക്കേട് കാരണം രാജ്ഞി സ്ഥാനം ഒഴിയേണ്ടതായിട്ട് വരുന്നുണ്ട് വസ്തിക്ക്. ആ സ്ഥാനം എസ്തേറിന് ലഭിക്കാനുള്ള വഴി ഒരുങ്ങുന്നുണ്ട്. എസ്തേറിലൂടെയാണ് ഒരു വിമോചനം അവിടെ സാധ്യമാകുന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു പക്ഷേ ദൈവത്തിന്റെ ഒരു ഇന്റർവെൻഷൻ അവിടെ ഉണ്ടായി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ എസ്തേറിലൂടെ ദൈവം യഹൂദ ജനതയെ വിനാശത്തിൽ നിന്നും രക്ഷിക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വേറൊരു ഈ സംഭവത്തിലൂടെ ദൈവിക ഒരുക്കങ്ങൾ എങ്ങനെ വെളിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ മനുഷ്യൻ കരുതാത്ത വിധത്തിൽ സ്വാഭാവികമായ സംഭവങ്ങളിലൂടെ ദൈവം തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വസ്തി രാജ്ഞിയൊക്കെ രാജ്ഞി സ്ഥാനത്ത് നിന്ന് മാറുമ്പോൾ അവിടെ എസ്തേർ കടന്നു വരികയും സ്വാഭാവികമായി ഒരു രാജസന്നിധിയിലൊക്കെ സംഭവിക്കേണ്ട ചില അവരുടെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും അതിലൂടെയൊക്കെ ദൈവത്തിന്റെ പദ്ധതിയാണ് അവിടെ നമുക്ക് വെളിപ്പെട്ട് കാണുവാനായിട്ട് സാധിക്കുന്നതും. ദൈവം തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചെറിയ ചെറിയ ചില കാര്യങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ജോസഫിന്റെ ജീവിതമായി സാമ്യം കാണാം. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം, നിങ്ങൾ എന്റെ നേരെ ദോഷം ചിന്തിച്ചു, എന്നാൽ ദൈവം അതിനെ നന്മയാക്കി മാറ്റി എന്നുള്ളതാണ് അല്ലേ? വസ്തി അല്ലെങ്കിൽ ദൈവം ഒത്തിരി ദോഷമൊക്കെ ചിന്തിച്ചുവെങ്കിലും അവസാനം അതൊക്കെ നന്മയായി മാറ്റുന്നു എന്നുള്ളതാണ്. ആ വലിയ വിമോചനത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഒക്കെ അനുഭവത്തിലേക്ക് ആ സംഭവമൊക്കെ വന്നു എന്നുള്ളതാണ്. വസ്തി രാജ്ഞിയുടെ സംഭവങ്ങൾ ദൈവിക ഒരുക്കം എങ്ങനെ വെളിപ്പെട്ടു എന്ന് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതിൻ്റെ അതിൽ എഴുതേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും എസ്തേറിലൂടെ യഹൂദ ജനതയ്ക്ക് വിനാശത്തിൽ നിന്നും രക്ഷാകര പദ്ധതിയിലേക്ക് അവരെ കൊണ്ടെത്തിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധ്യമാകാം. അവസാനമായി ഈ ചാപ്റ്റർ 60 എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം ഇതായിരിക്കാം: എസ്തേറിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ എന്തൊക്കെയാണ്? വിശദീകരിക്കുക. എന്തൊക്കെയാണ്?
Arrogance is not good. Arrogance is not good. Okay. ഒന്നാമത് എസ്തേറിന്റെ 1-ാം അധ്യായത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ 5 ആത്മീയ പാഠങ്ങളാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. അതിലൊരു എസ്സേ ടൈപ്പ് നമുക്ക് എഴുതാൻ പറ്റുന്ന ഈ 5 പോയിന്റ് നമുക്ക് കിട്ടിയാലും നിങ്ങൾക്ക് അറിയാമല്ലോ, 5 പോയിന്റ് കിട്ടിയാൽ പിന്നെ നമ്മൾ ഒരു 5 പേജൊക്കെ എഴുതാൻ മിടുക്കുകളാണ് ഇതിൻ്റെ അകത്തിരിക്കുന്നത് നമുക്കറിയാം. എബി തരകൻ അച്ഛനോടൊക്കെ ചോദിച്ചാൽ സെമിനാരിയിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ ഈ സെമിനാറിൽ ഒത്തിരിയേറെ പഠിക്കാനായിട്ടുണ്ട്, കുറെ ഉണ്ട്, ഒത്തിരി സബ്ജക്റ്റുകൾ പഠിക്കാനായിട്ടുണ്ട്. 127ഓളം പേപ്പറുകളാണ് ഈ 4 വർഷം കൊണ്ട് ക്ലിയർ ചെയ്യുന്നത്. അപ്പം ഇത്രയും മൊത്തം ആരും പഠിച്ചൊന്നും വെക്കത്തില്ല. ഇത് മൊത്തം വലിയ വലിയ എസ്സകളും വലിയ ഇതൊക്കെയാണ്. അപ്പൊ എന്താ ചെയ്യുന്നറിയോ, ഒരു പുസ്തകം മൊത്തത്തിൽ എടുത്തിട്ട് ആ പുസ്തകത്തെ മുഴുവനും പരീക്ഷയുടെ ഒക്കെ 1 മാസം മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള പണികൾ തുടങ്ങും. എന്താ, ഈ പുസ്തകം മൊത്തം നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ് അതിൻ്റെ അകത്തിലെ ആശയങ്ങളെല്ലാം പോയിന്റ് ആക്കിയിട്ട് ആ പോയിന്റ് ആയിരിക്കും പഠിക്കുക. അല്ലാതെ ഇത് മൊത്തം പഠിച്ചെടുക്കാൻ ആർക്കും സാധ്യമല്ല. പോയിന്റ് പഠിച്ചിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ പിന്നെ അങ്ങ് പരീക്ഷയ്ക്ക് എഴുതി അങ്ങ് വികസിപ്പിക്കുക. അതുകൊണ്ട് വീട്ടിരിക്കുന്ന അമ്മമാരും സഹോദരിമാരും ഒക്കെ ഈ പോയിന്റ് കിട്ടിയാൽ നല്ല വൃത്തിയായിട്ട് അതിനെ വിശദീകരിക്കാൻ അറിയാവുന്നവരായിരിക്കും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഈ ഒരു ചോദ്യം സ്വാഭാവികമായി ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് എസ്തേറിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ. ഇത് 1-ാം അധ്യായത്തിൽ നിന്ന് മാത്രമല്ല, എസ്തേറിന്റെ ഓൾ പുസ്തകത്തിൽ നിന്നും ലഭിക്കാവുന്ന ഒരു ആത്മീയ സന്ദേശം എന്താന്ന് ചോദിച്ചാലും ഇതിലെ കുറെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അതിൽ എഴുതാം. 5 പ്രധാന കാര്യമാണ് അതിൻ്റെ അതിൽ പറയുവാനായിട്ടുള്ളത്. ഒന്നാമത് ദൈവത്തിന്റെ സർവാധികാരം, ദ സോവർജിനിറ്റി ഓഫ് ഗോഡ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധ്യമാവുക. ഒന്നാമത് ദൈവത്തിന്റെ സർവ്വ അധികാരം എന്നുള്ളതാണ്. മനുഷ്യരുടെ അഹങ്കാരത്തെ തകർത്തിടുകയും തന്റെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം. അപ്പൊ 1-ാമത്തെ പോയിന്റ് അതാണ്, ദൈവത്തിന്റെ സർവാധികാരം. മനുഷ്യരുടെ അഹങ്കാരത്തെ തകർത്തിടുകയും തന്റെ പദ്ധതി നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു ദൈവം ഇന്നും സജീവനാണെന്നുള്ളത് നാം മനസ്സിലാക്കുക. മനസ്സിലായോ? ആരുടെ അഹങ്കാരമാണ് ഈ പ്രത്യേകിച്ച് ഈ പുസ്തകത്തിൽ ഏറ്റവും വലിയ അഹങ്കാരിയായിട്ട് ആരാ മാറുന്നത്? എസ്തേറിന്റെ പുസ്തകത്തിൽ ആരാ പറഞ്ഞേ? കേൾക്കുന്നില്ല. അതെ, വസ്തിയാകാം, ചിലപ്പോ ഹാമാൻ എന്ന് പറയുന്നവരുണ്ടാവാം. ഉണ്ട്. ശരി ഉത്തരം പറയും. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ശരി ഉത്തരം പറയുന്നവർക്കൊക്കെ എബി തരകൻ അച്ഛന്റെ ആ കൈ കിടക്കുന്ന 2 പവന്റെ മോതിരമൊക്കെ നിങ്ങൾ കൂരിത്തരുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ചോദ്യത്തിന് ഉത്തരവൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞോണം. അച്ഛൻ സമ്മാനം തരും. ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്നോട് ചോദിക്കത്തില്ലല്ലോ, അവിടെ നിന്നാണെങ്കിലും അച്ഛനോട് മേടിച്ചോണം. ഞാനൊന്ന് വീട്ടിലൊരാൾ വന്നതുകൊണ്ട്. എസ്തേറിന്റെ 1-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആത്മീയ പാഠങ്ങൾ, ഒന്നാമത് ദൈവത്തിന്റെ സർവാധികാരത്തെ പറ്റിയാണ് 1-ാം അധ്യായം നമ്മളോട് സംസാരിക്കുന്നത്. 2-ാമത്തെ കാര്യം, ഇതിലെ ആത്മീയ പാഠങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ 2-ാമത്തെ പാഠം അഹങ്കാരത്തിന്റെ പതനമാണ്. എന്തിന്റെ പതനമാ? അഹങ്കാരത്തിന്റെ പതനമാണ്. അതിന് കാരണം പറയാൻ രാജാവിന്റെ ആഡംബരം പറയാം, നമുക്ക് മദ്യലഹരി പറയാം, വിരുന്നുകൾ, എത്രയോ 180 ദിവസം നീണ്ടു നിന്ന പ്രഭുക്കന്മാരെ വിളിച്ചുകൊണ്ടുള്ള ഈ വലിയ ആഡംബരത്തിന്റെ വിരുന്നുകളെ പറ്റി പറയാം. എല്ലാം മനുഷ്യന്റെ മഹത്വവും ശൂന്യമാക്കുന്ന അല്ലെങ്കിൽ ശൂന്യമാകുന്നു എന്ന് വ്യക്തമാക്കുന്നു. അപ്പം 2-ാമത് അഹങ്കാരത്തിന്റെ പതനമാണ്. 1-ാമത് ദൈവത്തിന്റെ സർവ്വ അധികാരമാണ്. 2-ാമത് അഹങ്കാരത്തിന്റെ പതനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, ദൈവമേ, ചില നിമിഷങ്ങളിലൊക്കെ നമ്മുടെ ചില കഴിവുകളിലൊക്കെ നമ്മൾ അഹങ്കരിക്കുമ്പോൾ, എനിക്കിപ്പോ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ അഹങ്കരിക്കുമ്പോൾ, നമ്മൾ ഈ പുസ്തകമൊക്കെ പഠിക്കുന്നതിന്റെയും ഇതൊക്കെ സഭ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പഠിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അഹങ്കാരമൊക്കെ ഉണ്ടാവാതെ നല്ല എസ്തേറിനെ പോലെ, രൂത്തിനെ പോലെ, നവോമിയെ പോലെ ഒക്കെയുള്ള ആളുകളാകാൻ വേണ്ടിയാ നമ്മളെയൊക്കെ ഇത് പഠിപ്പിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മളെല്ലാം ഏറ്റവും മികച്ചവരാകുക എന്നുള്ളത് ഈ പഠനത്തിന്റെ ഒക്കെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പം 2-ാമത് അഹങ്കാരത്തിന്റെ പതനമാണ്. 3-ാമത് ഈ പുസ്തകത്തിലെ വലിയ ആത്മീയ പാഠം സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മർത്തമറിയ സമാജത്തിന്റെ അമ്മമാരൊക്കെ ആണല്ലോ, നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്.
വസ്തിയുടെ പ്രതികരണം സ്ത്രീകളുടെ മാനത്തെയും അവകാശത്തെയും ഉന്നതമായി കാണിക്കുന്നു. വസ്തി അഹങ്കാരി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, വസ്തിയുടെ ചില പ്രതികരണങ്ങൾ സ്ത്രീകളുടെ മാനത്തിന് വേണ്ടിയുള്ള അവകാശത്തെ അവൾ ഉന്നയിക്കുന്നു എന്നുള്ള രീതി, ഒരു പോസിറ്റീവ് രീതിയിലും വസ്തിയെ നമുക്ക് അവതരിപ്പിക്കുവാനായിട്ട് സാധ്യമാകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് എഴുതിയ കാലഘട്ടം നിങ്ങൾക്കറിയാം. ഇത് എഴുതിയ കാലഘട്ടത്തിൽ തന്നെ ഒരു പുരുഷാധിപത്യത്തിന്റെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അവകാശത്തെ പറ്റി സംസാരിക്കുന്ന ഒരു മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേര് പോലും ഒരു സ്ത്രീയുടെ പുസ്തകമാണ്. യഥോസ്തവത്തിലെ പല പുസ്തകങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, രണ്ട് പുസ്തകമേ ഉള്ളൂ യഥാർത്ഥത്തിൽ സ്ത്രീകളുടെയൊക്കെ പേരിൽ അറിയപ്പെടുന്ന. വേദപുസ്തകത്തിൽ വളരെ തുലയും ചെറിയ പുസ്തകങ്ങളൊക്കെ ഉള്ളു. എസ്തേറും രൂത്തും ഒക്കെ ഉള്ളൂ, അറിയാമല്ലോ. അതുകൊണ്ട് സ്ത്രീകളുടെ പേരിൽ തന്നെ പുസ്തകങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ സ്ത്രീകളുടെ പേരിൽ പോലുമുള്ള, സ്ത്രീയുടെ പേരിൽ തന്നെ ഉള്ള ഒരു പുസ്തകമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും സ്ത്രീകളുടെ അന്തസ്സിന് വേണ്ടി പോരാടുന്ന ഒരു മോർദെ അല്ലെങ്കിൽ നമ്മളുടെ എസ്തേറിനെ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം, വസ്തിയെ കാണാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അവിടെ എഴുതുവാനായിട്ട് സാധ്യമാകും. നമുക്കറിയാം ഗലാത്യ പുസ്തകത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നുണ്ട്, യഹൂദനെന്നില്ല, യവനെന്നില്ല, സ്ത്രീയെന്നില്ല, പുരുഷനെന്നില്ല, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വേദഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ്. നാലാമത് ഈ പുസ്തകത്തിന്റെ ആത്മീയ പാഠങ്ങൾ എന്തെന്ന് ചോദിച്ചാൽ രഹസ്യമായ ചില ഒരുക്കങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ദൈവം തന്റെ ജനത്തിനായി മറഞ്ഞ് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് രഹസ്യമായ ചില ഒരുക്കങ്ങൾ. കാരണം എസ്തേറിന്റെ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ദൈവം എന്നുള്ളൊരു വാക്കില്ലാത്ത പുസ്തകമാണ്. എന്നാൽ ദൈവം തന്റെ ജനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ഒരു വീണ്ടും വിചാരം ഈ പുസ്തകം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അവസാനമായി അഞ്ചാമതായി ഈ പുസ്തകത്തിലെ പ്രധാന ആത്മീയ പാഠം അനുസരണവും വിവേകവുമാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായി സംസാരിക്കുന്ന ആത്മീയ പാഠം സ്ത്രീകൾക്കുള്ള അലങ്കാരമായി ബൈബിൾ ഇത് കാണിക്കുന്നു എന്നുള്ളതാണ്. അനുസരണവും വിവേകവും എന്നുള്ളതാണ്. അപ്പോൾ ഈ 5 കാര്യങ്ങളൊന്ന് പറയാമോ, എന്തൊക്കെയാണെന്ന്? ഈ മ്യൂട്ട് ചെയ്തിട്ട് പറയുന്നത്, നിങ്ങളുടെ ആക്ഷൻ മാത്രമേ കാണുന്നുള്ളൂ. ദൈവത്തിന്റെ സർവാധികാരം. സെക്കൻഡ് വൺ, രാജകീയ അഹങ്കാരത്തിന്റെ പതനം. അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ പതനം. ഓക്കെ. സ്ത്രീകളുടെ അന്തസ്സിന്റെ പ്രതീകം, പോരാട്ടം അല്ലെങ്കിൽ പ്രതീകം. ഓക്കെ. പിന്നെ ദൈവം തന്റെ ജനത്തിനായി മറഞ്ഞിരുന്ന് പ്രവർത്തിക്കുന്നു. യെസ്. ഓക്കെ. അവസാനം വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് നല്ലതാണ്, അലങ്കാരമാണ്. ഓക്കെ, അലങ്കാരമാണെന്നുള്ള തീർച്ചയായിട്ടും. അപ്പോ എസ്തേറിന്റെ ഒന്നാം അധ്യായം, അതായത് നമ്മുടെ പഠന പുസ്തകത്തിലെ ചാപ്റ്റർ 6 നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇതോടുകൂടി എല്ലാവർക്കും ഫുൾ മാർക്ക് അതിനകത്ത് നിന്ന് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി അടുത്തത് നമുക്ക് എസ്തേറിന്റെ പുസ്തകം ചാപ്റ്റർ 7 ആണ് ആ പുസ്തകത്തിലെ. അതായത് വേദഭാഗം ഏതാണെന്നറിയാമോ? എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം എന്ന് പറയുമ്പോൾ ഈ അധ്യായം എന്ന് തന്നെ ഈ പുസ്തകത്തിൽ അതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ ചാപ്റ്ററിനൊരു ഇത് വരുന്നത് പഠന ഭാഗത്തിലെ ചാപ്റ്റർ 7 ആണ്. എന്നാൽ വേദപുസ്തകത്തിലെ എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായമാണ്. ഈ പുസ്തകത്തിൽ പ്രധാനമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറയുവാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തിലെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടെ പറഞ്ഞു നിർത്താം. പ്രത്യേകിച്ച് 2-ാം അധ്യായത്തിന്റെ പേര് തന്നെ എന്താ? ദൈവിക. ഒന്ന് പറഞ്ഞേ, എല്ലാരും പിണങ്ങി എന്നോട്. ദൈവിക തെരഞ്ഞെടുപ്പിന്റെ മികച്ച രൂപരേഖ. ഓക്കെ, ദൈവിക തെരഞ്ഞെടുപ്പിന്റെ മികച്ച രൂപരേഖ എന്നുള്ളതാണ് ഈ 2-ാം അധ്യായത്തിൽ നമുക്ക് സംസാരിക്കാനായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളാണ് പറയുവാനായിട്ടുള്ളത്. ഒന്ന്, പുതിയ രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പാണ്. ആ പുസ്തകം കയ്യിലുള്ളവർക്ക് അറിയാം. ആ ഹെഡിങ് ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ പുസ്തകം കയ്യിലുണ്ടോ നിങ്ങളുടെ? ഉണ്ട്. ഓക്കെ. അപ്പം പുസ്തകം, അപ്പൊ അതിൻ്റെ അകത്തിൽ പുതിയ രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പാണ് ഒന്നാമത് പറയുവാനായിട്ടുള്ളത്. അതിലെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാ? വസ്തിയെ പുറത്താക്കിയ ശേഷം രാജാവിന്റെ മനസ്സ് ശാന്തമാകുന്നു. ഉപദേഷ്ടാക്കന്മാർ നൽകിയ നിർദ്ദേശം രാജ്യത്തെ
സുന്ദരികളായ കന്യകയെ ശൂഷൻ രാജധാനിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. വസ്തിയുടെ ഒഴിവ് പൂരിപ്പിക്കാൻ രാജ്ഞിയെ തെരഞ്ഞെടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. മനുഷ്യരുടെ കണ്ണിൽ സൗന്ദര്യ പരീക്ഷണം എന്നാണെങ്കിലും ദൈവികമായി ഒരു തയ്യാറാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു അതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഈ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് പുതിയ രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പ് എന്ന ഹെഡിങ്ങിനകത്തിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യം. വസ്തിയെ പുറത്താക്കിയ ശേഷം രാജാവിന്റെ മനസ്സ് ശാന്തമാകുന്നു. ഉപദേഷ്ടാക്കന്മാർ നൽകിയ നിർദ്ദേശം അനുസരിച്ച് രാജ്യത്തെ സുന്ദരികളായ കന്യകയെ ശൂഷൻ രാജധാനിയിലേക്ക് കൊണ്ടുവരുന്നു. ആ വസ്തിയുടെ ഒഴിവ് പൂരിപ്പിക്കാൻ രാജ്ഞിയെ തെരഞ്ഞെടുക്കാനുള്ള പദ്ധതി നടപ്പിലാക്കുന്നു. മനുഷ്യരുടെ കണ്ണിൽ സൗന്ദര്യ പരീക്ഷണമാണ് എന്നെങ്കിലും നമ്മൾ തോന്നിയെങ്കിലും ദൈവികമായ തയ്യാറാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതെന്നുള്ളതാണ്. കാരണം എന്താ, വസ്തി അവിടെ മാറണം, എങ്കിലേ ആര് വരാൻ സാധ്യതയുള്ളൂ അവിടെ? എസ്തേർ വന്നെങ്കിൽ മാത്രമേ ദൈവിക പദ്ധതിയിലേക്കുള്ള ഒരു ഇടമായി കണ്ണിയായി ചേർത്ത് പിടിക്കുവാനായിട്ട് സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അറിയാം, പരിശുദ്ധ അമ്മയുടെയൊക്കെ പെരുന്നാളൊക്കെ നമ്മൾ ആഘോഷിച്ച് നിൽക്കുകയാണ്. അമ്മ യഥാർത്ഥത്തിൽ രക്ഷാകര ചരിത്രത്തിൽ 1-ാം സ്ഥാനം അമ്മയ്ക്ക് ലഭിക്കുകയാണ്. അതുപോലെ രക്ഷാകര പദ്ധതിയിൽ പല ആളുകളെയും ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഈ എസ്തേറിന്റെ ജീവിതത്തിലൂടെ കാണുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ കുടുംബജീവിതം നയിക്കുന്നു. നമ്മൾ ഒരുപക്ഷെ വിദേശത്തൊക്കെ നമ്മളായിരിക്കുന്നു, ജോലി സംബന്ധമായി നമ്മൾ അവിടെ ആയിരിക്കുന്നു. നമ്മുടെ കുടുംബത്തോടൊപ്പം നമുക്ക് നാട്ടിലൊന്നും ആയിരിക്കാൻ സാധ്യമാകുന്നില്ല എന്നുള്ള ചെറിയ സങ്കടങ്ങൾ ഒരുപക്ഷെ കാണും. അല്ലെങ്കിൽ നാട്ടിനേക്കാളും ഒക്കെ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ നിലവാരങ്ങളൊക്കെ പുലർത്തുവാനും ഒക്കെ അല്പം കൂടെ ഒക്കെ ഒന്ന് മെച്ചപ്പെടുത്തുവാനും സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ കൂട്ടുവാനൊക്കെ നമ്മൾ കിടന്ന് നമ്മുടെ ഈ നാടുമൊക്കെ ഉപേക്ഷിച്ച് അവിടെയൊക്കെ പോയി കഷ്ടപ്പെടുകയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് ചില പദ്ധതികളുണ്ട് പ്രിയമുള്ളവര്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മളൊക്കെ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് നാട്ടിലൊക്കെ എന്ത് മനോഹരമായി നമ്മുടെ പ്രിയമുള്ളവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ അവരുടെ സാമ്പത്തികപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് സഹായിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നമുക്ക് ഇടപെടുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് നമ്മളൊക്കെ അവിടെ ആയിരിക്കും. നമ്മൾ എവിടെ ആയിരുന്നാലും നമുക്ക് ചില നിയോഗങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു വൈദികനായിരിക്കുന്നു. ആ ശുശ്രൂഷയിൽ എനിക്ക് ചില നിയോഗങ്ങളുണ്ട്. നിങ്ങളൊക്കെ കുടുംബജീവിതം നയിക്കുന്നു. തീർച്ചയായിട്ടും ആ കുടുംബജീവിതത്തിൽ ചില നിയോഗങ്ങളുണ്ട്. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കളെയൊക്കെ ദൈവം തന്നിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടൊക്കെ അവരെ വളർത്തുവാനും അവരെ സഭയ്ക്ക് കൊള്ളാവുന്നവരായി, സമൂഹത്തിന് കൊള്ളാവുന്നവരായി, മറ്റുള്ളവർക്ക് കൊള്ളാവുന്നവരായി വളർത്തിയെടുക്കുവാനുള്ള വലിയ അമ്മയുടെ ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരായിരിക്കാം കൂടുതൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്ന രോഗികൾ എത്ര പ്രധാനപ്പെട്ടവരാണെന്നുള്ള അനുഭവത്തിൽ അവർക്ക് ചികിത്സകൾ കൊടുക്കുവാൻ നമ്മുടെ സ്പർശം അവേഴ്സ് ഇസ് എ വൂണ്ടഡ് വേൾഡ് എന്നാ പറയുന്നത്. വി നീഡ് എ ഹീലിംഗ് ടച്ച് എന്നുള്ളതാണ്. നമ്മുടെ മുറിവേൽക്കപ്പെട്ടവരുടെ കാലമാണല്ലോ. നമുക്ക് സൗഖ്യസ്പർശമാണ് വേണ്ടത്. നമ്മുടെ വാക്കുകൾ കൊണ്ട് സൗഖ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മളുടെ ചില ചിരികൾ കൊണ്ട്, നമ്മുടെ ഇടപെടൽ കൊണ്ടൊക്കെ മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുവാനായിട്ട് സാധിക്കും നമുക്ക്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഇടപെടൽ എസ്തേറിനെ പോലെ നമുക്കും ഉണ്ട്. ആ നൽവരമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കും ചെയ്യുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും നിയോഗങ്ങളുണ്ട്. ദൈവിക പദ്ധതിയിൽ അച്ഛനാകണമെന്ന് നിർബന്ധമില്ല. ദൈവിക പദ്ധതിയിൽ ഇടം നേടാൻ സിസ്റ്റർ ആകണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ഏത് ജോലിയിലായിരുന്നാലും അവിടെ ആയിരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമ്മളായിരിക്കുന്ന സമൂഹത്തിന് വേണ്ടി ഒക്കെ പ്രവർത്തിക്കുവാനായിട്ട് സാധ്യമാകുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമതായിട്ട് പ്രധാനമായിട്ട് അതിനകത്ത് പറയുന്നത് എസ്തേറിന്റെ ജീവിത പശ്ചാത്തലമാണ്. എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം നമുക്കറിയാം. എസ്തേർ എന്നൊരു പേർഷ്യൻ പേരാണ്. എസ്തേർ എന്ന പേരിന്റെ അർത്ഥം എന്താ പറഞ്ഞേ? നക്ഷത്രം. നക്ഷത്രം. ഇനി ഒരു ചോദ്യം കൂടെ. ഈ നക്ഷത്രം എന്ന പേര് കടന്നു വന്നത് തന്നെ ഒരു പേർഷ്യൻ ഇതിൻ്റെ അകത്ത് നിന്നാണ് വന്നു. നക്ഷത്രം എന്നൊരു കാര്യം, അല്ലെങ്കിൽ കിഴക്ക് വിദ്വാൻമാർ കണ്ട നക്ഷത്രത്തെ കുറിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഒരു കാര്യം ഉപയോഗിക്കുന്നുണ്ട്. എന്താ? കൗക്കുബോ. ഓ, ആരാ ഉത്തരം പറഞ്ഞത്? ആരാണേലും കുഴപ്പമില്ല. അച്ഛൻ്റെ ആ പാരിതോഷികം മേടിച്ചോണം. മോതിരമോ മാലയോ ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പം എസ്തേർ എന്നുള്ളത് എബ്രായ അല്ലെങ്കിൽ പേർഷ്യൻ പേരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പലപ്പോഴും പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാബിലോൺ എന്നൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഈ ബാബിലോൺ തന്നെ യഥാർത്ഥത്തിൽ എന്ത്? പേർഷ്യൻ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ ചിലയിടത്തും യവന പാരമ്പര്യം എന്ന് ഉപയോഗിക്കുന്നുണ്ട് ഈ പുസ്തകത്തിൽ പലയിടത്തും.
യവന എന്ന് പറഞ്ഞാൽ എന്താ യഥാർത്ഥത്തിൽ? ഗ്രീക്ക് എന്നേ ഉള്ളൂ കേട്ടോ, ഗ്രീക്ക് എന്നേ ഉള്ളൂ. ഗ്രീക്ക് കാലഘട്ടം എന്നാണ് അതിൻ്റെ അതിൽ ഉപയോഗിക്കുന്ന ഇത്. പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ എസ്തേറിന്റെ എബ്രായ പേര് ഹദസ എന്നായിരുന്നു. ഹദസ എന്ന പേരിന്റെ അർത്ഥം കറ്റാർവാഴ എന്നുള്ളത് കേട്ടോ. അറിയാമല്ലോ കറ്റാർവാഴ എന്താണെന്നുള്ളത്. ഓക്കെ. അവളുടെ വളർത്തു പിതാവാണ് മൊർദെഖായി. യഹൂദ വിശ്വാസത്തിൽ ഉറച്ചവനാണ്. മൊർദെഖായി ബെന്യാമിൻ ഗോത്രത്തിൽ പെട്ടവനാണ്. യെറൂശലേമിന്റെ നാശത്തിന് ശേഷം നെബൂഖദ്നേസർ കൊണ്ടുപോയ പ്രവാസിയാണ്. യഹൂദ പാരമ്പര്യവും വിശ്വാസവും പാലിച്ചിരുന്ന വിശ്വസ്തനായ ദൈവജന അംഗമാണ്. എസ്തേറിന്റെ മാതാപിതാക്കന്മാരെ മരിച്ചതിന് ശേഷം മൊർദെഖായി അവളെ തന്റെ മകളെ പോലെ വളർത്തി എന്നുള്ളതാണ് എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം. മനസ്സിലായല്ലോ? ഇതാണ് എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം. ഒന്നാമത് പറഞ്ഞത് പുതിയ രാജ്ഞിയുടെ തെരഞ്ഞെടുപ്പായിരുന്നു. രണ്ടാമത് പറഞ്ഞത് എന്താ? എസ്തേറിന്റെ ജീവിത പശ്ചാത്തലം. ഈ ഇടയ്ക്ക് എന്തിനായി ചോദിക്കുന്ന അറിയാമോ? നിങ്ങളെല്ലാം കണ്ണു തുറന്നൊക്കെ ഇരിക്കുന്നത്. കണ്ണു തുറന്ന് ഉറങ്ങാൻ നമുക്കൊക്കെ അറിയാമല്ലോ. ആരും ഉറങ്ങരുത് കേട്ടോ. മൂന്നാമത് ഈ പുസ്തകത്തിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമമാണ്. തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമം, രാജകീയമായ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമത്തെ പറ്റി പറയുന്നുണ്ട്, ഇല്ലേ? അതൊരു പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. സാമ്രാജ്യത്തിലെ ഒന്നാമത് അതിൻ്റെ അതിൽ പറയേണ്ടത്, അതിൻ്റെ അതിൽ എഴുതേണ്ടത്, സാമ്രാജ്യത്തിലെ മുഴുവൻ യുവതികളെയും ശേഖരിച്ചു. കന്യകയായ യുവതിമാരെ ശേഖരിക്കുന്നു. രണ്ടാമത് രാജധാനിയിലെ അന്തഃപുരക്കാരി ഹെഗായി അവരെ പരിശീലിപ്പിച്ചു എന്നുള്ളതാണ് കാണുന്നത്. പരിശീലനമോ എത്ര മാസത്തെ ആയിരുന്നു? 12 മാസം. 12 മാസത്തെ ഒരുക്കമാണ്. അതിനുവേണ്ടി 6 മാസം എണ്ണ കൊണ്ടുള്ള ശുദ്ധീകരണം, 6 മാസം സുഗന്ധദ്രവ്യം കൊണ്ടുള്ള അഭിഷേകം, അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ പരിശീലനത്തിന്റെ കാലഘട്ടമാണ്. എസ്തേർ മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം തന്റെ ഗോത്രവും ജനതയും വെളിപ്പെടുത്തിയില്ല എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും, ഈ എത്ര ഭീകരമായ ഒരു അന്തരീക്ഷത്തിലൂടെ എസ്തേർ കടന്നു പോകുന്നത്. എസ്തേറിന്റെ ഗോത്രവും ജനതയും ഒക്കെ വെളിപ്പെടുത്തിയെങ്കിൽ, അല്ലെങ്കിൽ രാജസിംഹാസനത്തിലേക്ക് രാജാവിന്റെ ചെങ്കോൽ നീട്ടുമ്പോൾ അങ്ങോട്ടൊക്കെ കടന്നു ചെല്ലാൻ ഒക്കെ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും വലിയ ക്ലേശപൂർണമായ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് എസ്തേർ തന്റെ ജീവിതം ഒന്നുമില്ലെന്ന് കരുതിയത് കൊണ്ടാണ് ഇന്നും എസ്തേറിനെ ഒക്കെ ഒരു നല്ല ഓർമ്മയാകുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കണം. എത്രമാത്രം പ്രയാസങ്ങളുടെ അനുഭവങ്ങളിലൂടെ, എത്രമാത്രം ദുഃഖത്തിന്റെ അനുഭവങ്ങളിലൂടെ, സങ്കീർണതകളുടെ അനുഭവങ്ങളിലൂടെയൊക്കെയാണ് ഈ എസ്തേർ കടന്നുപോയത്. ഇന്ന് എസ്തേറിനെ നമ്മളൊക്കെ ഒരു മനോഹരമായ ഓർമ്മയാകുമെങ്കിൽ ചില സഹനങ്ങളൊക്കെ എസ്തേർ ഏറ്റെടുത്തത് എന്നതുകൊണ്ടാണെന്നുള്ളത് ഓർക്കണം. എല്ലാവരുടെയും ഹൃദയം എസ്തേർ കീഴടക്കുന്നുണ്ട്. രാജാവിന് ഏറ്റവും പ്രിയങ്കരിയായി വസ്തിക്ക് പകരം ആര് രാജ്ഞിയാകുന്നു? എസ്തേർ രാജ്ഞിയാകുന്നു എന്നുള്ളതാണ് നടപടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമത്തിന്റെ അകത്തിൽ പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളത്. പെട്ടെന്നൊന്ന് പറയാം ആ കാര്യങ്ങൾ. സാമ്രാജ്യത്തിലെ മുഴുവൻ കന്യകമാരായ യുവതികളെ ശേഖരിക്കുന്നു. രാജധാനിയിലെ അന്തഃപുര അധികാരിയായി ഹെഗായി അവരെ പരിശീലിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പരിശീലനം 12 മാസം നീണ്ടു നിൽക്കുന്ന പരിശീലനമായിരുന്നു. അതിൽ തന്നെ 6 മാസം എണ്ണ കൊണ്ടുള്ള ശുദ്ധീകരണം, അതിനുശേഷമുള്ള 6 മാസം സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുള്ള അഭിഷേകമായിരുന്നു. എസ്തേർ മൊർദെഖായിയുടെ നിർദ്ദേശപ്രകാരം തന്റെ ഗോത്രവും ജനതയും വെളിപ്പെടുത്താതെ അവിടെ താമസിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാവരുടെയും ഹൃദയം എസ്തേർ തന്റെ സ്വഭാവം കൊണ്ട് കീഴടക്കുകയും തന്റെ സൗന്ദര്യം കൊണ്ട് കീഴടക്കുകയും ചെയ്യുന്നു. രാജാവിന് ഏറ്റവും പ്രിയങ്കരിയായി വസ്തിക്ക് പകരം ആര് രാജ്ഞിയാകുന്നു? എസ്തേർ. ഇതാണ് മൂന്നാമത് എസ്തേറിന്റെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ രാജകീയമായ തെരഞ്ഞെടുപ്പ് എന്ന ഇതിന്റെ അതിൽ പറയുവാനായിട്ടുള്ളത്. നാലാമത് എന്താ പറയുന്നത്? മൊർദെഖായിയുടെ രാജഭക്തിയാണ്. മൊർദെഖായിയുടെ രാജഭക്തിയിൽ പറയാനായിട്ടുള്ളത് ഒന്നാമത് അവിടെ പറയുന്നത്, രാജാധികാരികളായ 2 ഗൂഢാലോചനക്കാരുടെ
കലാപം കണ്ടെത്തി എന്നുള്ളതാണ് മൊർദെഖായി ചെയ്യുന്നത്. എസ്തേറിലൂടെ രാജാവിനെ ആ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. കുറ്റക്കാരെ വധിക്കുകയും സംഭവം രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മൊർദെഖായിയുടെ രാജനിഷ്ഠയും വിശ്വസ്തതയും ഇതൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? മനസ്സിലായിട്ടോ? ഓക്കെ. അടുത്തത് പ്രത്യേകിച്ച് അവിടെ പറയുന്നത് ദൈവശാസ്ത്രപരമായ ചില ചിന്തകൾ ഒന്ന് പറയുവാനായിട്ട് ശ്രമിക്കുകയാണ്. ഇത് ഇനി പുസ്തകത്തിൽ ഉള്ളതല്ല, ആ പുസ്തകത്തിലുണ്ട് എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഈ 2-ാം അധ്യായത്തിൽ നിന്നുള്ള ദൈവശാസ്ത്രപരമായ ചില ചിന്തകൾ എന്താണെന്ന് ചോദിച്ചാൽ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ സർവാധികാരവും തെരഞ്ഞെടുപ്പ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, എസ്തേറിന്റെ മുഴുവൻ പുസ്തകത്തെ ചോദിക്കുമ്പോൾ എഴുതാൻ പറ്റുന്ന കാര്യം അത്. 2-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് ദൈവത്തിന്റെ സർവാധികാരവും തെരഞ്ഞെടുപ്പിനെ പറ്റിയാണ് ദൈവശാസ്ത്രപരമായ ചിന്തകൾ ഈ പുസ്തകത്തിൽ സംസാരിക്കുന്നത്. അതിന് നമുക്ക് ഒത്തിരി എക്സാമ്പിൾ അവിടെ പറയുവാനായിട്ട് സാധിക്കും. 1-ാം അധ്യായത്തിൽ ആരംഭിച്ച സംഭവ രംഗങ്ങൾ, മനുഷ്യരുടെ തീരുമാനം, അഹങ്കാരം, കലാപം ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിന്റെ മറഞ്ഞ ഇടപെടലുകൾ യഹൂദ ജനതയുടെ രക്ഷയുടെ വഴിയായി മാറുന്നുണ്ട്. ജോസഫ്, ദാനിയേൽ, ദെബോര എന്നിവരെ പോലെ എസ്തേറും ദൈവം തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. 1 ശമൂവേൽ 16-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മനുഷ്യൻ പുറത്തേക്ക് നോക്കുന്നു, ദൈവമോ തന്റെ ഹൃദയം നോക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ സർവാധികാരവും തെരഞ്ഞെടുപ്പുമാണ് ഒന്നാമതായി ഈ പുസ്തകത്തിൽ പറയുന്ന ദൈവശാസ്ത്രപരമായ ചിന്ത. 2-ാമത്, പ്രവാസ ജീവിതവും വിശ്വാസ നിഷ്ഠയുമാണ് ഇവിടെ പറയുന്നത്. പ്രവാസം അവരുടെ വിശ്വാസവും ധാർമ്മികതയും ഇല്ലാതാക്കിയില്ല. ആക്കിയോ? പ്രവാസത്തിലേക്കൊക്കെ ജനതയായിരിക്കുന്നു, പക്ഷെ ഇവരുടെ വിശ്വാസവും ധാർമ്മികതയും ഇല്ലാതാക്കിയില്ല എന്നുള്ളത് നമ്മൾ കാണുന്നത്. മൊർദെഖായും എസ്തേറും ദൈവത്തെ ഭയപ്പെട്ട് യഹൂദ പാരമ്പര്യത്തെ സംരക്ഷിച്ചു എന്നുള്ളതാണ്. അതും പേർഷ്യൻ സ്ഥലത്താണ് യഹൂദ പാരമ്പര്യത്തെ അവർ സംരക്ഷിക്കുന്നത്. അവരെ പോലെ തന്നെ പ്രവാസികളായ യഹൂദരും പ്രാർത്ഥനയും ഉപവാസവും നിയമാനുഷ്ഠപരമായ കാര്യങ്ങളെല്ലാം പാലിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അവര് പേർഷ്യൻ രാജ്യത്തൊക്കെ ആയിരിക്കുന്നു, അല്ലെങ്കിൽ അഹശ്വേരോസിന്റെ കാലഘട്ടത്തിലൊക്കെ, ബാബിലോൺ പ്രവാസത്തിലൊക്കെ ആ അനുഭവത്തിലൊക്കെ ആയിരിക്കുന്നെങ്കിലും, യഹൂദന്മാർ ഇവിടെ താമസിക്കുന്നെങ്കിലും അവരുടെ പ്രാർത്ഥന, ഉപവാസവും നിയമങ്ങളൊന്നും അവർ നഷ്ടപ്പെടുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ കാണുന്നത്. നമ്മളൊക്കെ ആണെങ്കിലോ, നമ്മളൊക്കെ പുറത്തൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നവരായിരിക്കും, അല്ലാത്തവരൊക്കെ ആയിരിക്കും. ചെറിയ ചെറിയ ക്ഷീണമുണ്ടെന്നൊക്കെ പറഞ്ഞു പോലും നമ്മൾ നോമ്പിനെ സ്കിപ്പ് ചെയ്യാറുണ്ട്. ഈ വട്ടം നോമ്പ് അങ്ങോട്ട് കാര്യമായിട്ട് നോക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നോമ്പിൽ അല്പം മീനും ഇറച്ചിയൊന്നും കഴിച്ചാലും വലിയ പ്രശ്നമില്ല എന്ന് കരുതുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള നമ്മൾ എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് ജീവിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ യഹൂദ ജനത നമുക്കൊരു വലിയ സന്ദേശമാണ്. പ്രത്യേകിച്ച് മൊർദെഖായും എസ്തേറും ഒക്കെ നമുക്ക് കാട്ടിത്തരുന്ന മാതൃക അത് പ്രവാസ ജീവിതവും വിശ്വാസ നിഷ്ഠയുമാണ്. 3-ാമത് അവസാനമായിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്ന ദൈവശാസ്ത്ര ചിന്ത നല്ല സ്വഭാവം ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നല്ല സ്വഭാവം ദൈവിക തെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഈ വേദഭാഗത്തിന്റെ രീതിയിൽ കാണുന്നത്. ഇനി അതോടൊപ്പം തന്നെ എസ്തേറിന്റെ ചില ഗുണങ്ങൾ എന്താ? നിങ്ങൾക്ക് ഇത്രയൊക്കെ പഠിച്ചിട്ട് എസ്തേറിന്റെ ചില ഗുണങ്ങൾ എന്താ തോന്നിയത്? Her devotion, faith. അതെ, എസ്തേർ ആദ്യമേ തന്നെ എസ്തേറിനെ പറ്റി പറഞ്ഞു തുടങ്ങുന്നത് എസ്തേർ സുന്ദരിയായിരുന്നുള്ളതാണ്. അപ്പോൾ എസ്തേറിന്റെ ഗുണങ്ങളെ പറ്റി എഴുതുമ്പോൾ സൗന്ദര്യം ദൈവം തന്ന ദാനം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് സൗന്ദര്യം എഴുതാം, എസ്തേറിന്റെ വിനയത്തെ കുറിച്ച് എഴുതാം, എസ്തേറിന്റെ ഭക്തിയെ കുറിച്ച് എഴുതാം, എസ്തേറിന്റെ അനുസരണത്തെ കുറിച്ച് എഴുതാം, അതോടൊപ്പം തന്നെ എസ്തേറിന്റെ ധൈര്യത്തെ കുറിച്ച് എഴുതാം. അല്ലേ? സൗന്ദര്യം, വിനയം, ഭക്തി, അനുസരണം, ധൈര്യം. രാജാവിന്റെ സിംഹാസനത്തിലേക്ക് പോയി കയറി ചെല്ലാനുള്ള ധൈര്യമുള്ള ഒരു സ്ത്രീയാ. അതോടൊപ്പം തന്നെ എഴുതാൻ പറ്റുന്ന കാര്യമാണ് എസ്തേറിനെ കുറിച്ച് സ്വന്തം ജനത്തോടുള്ള വലിയ സ്നേഹമുള്ളൊരു സ്ത്രീയാണ്. അല്ലെ? സ്വന്തം ജനതയ്ക്ക് വേണ്ടി അല്ലേ ഈ ഉത്തരവാദിത്തം എല്ലാം ഏറ്റെടുക്കുന്ന എസ്തേർ. അതോടൊപ്പം
ഉചിതമായ പെരുമാറ്റം എസ്തേറിൽ കാണാം. 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, 2-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലൊക്കെ നമുക്ക് കാണാം. അവിടെ ഒക്കെ എസ്തേറിനെ പറ്റിയുള്ള സാക്ഷ്യം, എസ്തേറിനെ കണ്ട എല്ലാവർക്കും അവളോട് പ്രീതി തോന്നി എന്നുള്ളതാണ്. അപ്പോൾ എസ്തേറിന്റെ ഉചിതമായ പെരുമാറ്റം, ചില മനുഷ്യന്മാരെ കണ്ടാൽ നമുക്ക് തോന്നാറില്ലേ, ഓ ആ മനുഷ്യൻ എത്ര നല്ലതായിരുന്നു, ആ കൊള്ളാം. സമാജത്തിലൊക്കെ പ്രവർത്തിക്കുമ്പോഴൊക്കെ നമുക്ക് അങ്ങനെ തോന്നാറില്ലേ? ചില മനുഷ്യന്മാരോടൊക്കെ പരിചയപ്പെടുമ്പോൾ തോന്നാറില്ലേ, ആ മനുഷ്യൻ എത്ര നല്ല രീതിയിലൊക്കെ ഇടപെടും, എന്ത് പെരുമാറ്റം അവരുടെ. എന്നാൽ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഓ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറില്ലേ ചില മനുഷ്യന്മാരോട് പരിചയപ്പെട്ടാൽ? അപ്പോൾ എസ്തേറിന്റെ പെരുമാറ്റം, ഉചിതമായ പെരുമാറ്റം. അതോടൊപ്പം തന്നെ രാജാവും അവളെ ഏറെ സ്നേഹിച്ചു, രാജകിരീടം അവളെ അണിയിച്ചു എന്നുള്ളതാണ്. ഇനിയും വരാൻ സാധ്യതയുള്ള, നമ്മുടെ സമയം അവസാനിക്കാറായല്ലോ, വരാൻ സാധ്യതയുള്ള 4 ചോദ്യങ്ങൾ കൂടെ ഈ 2-ാം അധ്യായത്തിന്റെ 4 ചോദ്യങ്ങൾ കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഈ 1-ഉം 2-ഉം അധ്യായത്തിൽ നിന്നുള്ള ഫുൾ ചോദ്യങ്ങളും കിട്ടും, ഫുൾ മാർക്കായിരിക്കും. ഈ വട്ടം എനിക്ക് തോന്നുന്നു മലങ്കര സഭയിലെ ഈ വട്ടത്തെ റാങ്ക് മൊത്തം എനിക്ക് തോന്നുന്നു മെൽബണിലേക്കും അങ്ങ് ഓസ്ട്രേലിയയിലേക്കൊക്കെ ഈ എബി തരകൻ അച്ഛന്റെ അവിടുത്തെ അമ്മമാരും സഹോദരിമാരും കൊണ്ടുപോകുന്ന എന്റെ വിചാരം. 2-ാം അധ്യായത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് 4 ചോദ്യങ്ങൾ. ഒന്നാമത്, എസ്തേറിന്റെ 2-ാം അധ്യായത്തിൽ കാണുന്ന ദൈവീക തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഘട്ടങ്ങൾ വിശദീകരിക്കുക. എസ്തേറിന്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. എസ്തേറിന്റെ 2-ാം അധ്യായത്തിൽ കാണുന്ന ദൈവീക തെരഞ്ഞെടുപ്പിന്റെ പ്രധാന ഘട്ടങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ വിശദീകരിക്കുക. എന്തൊക്കെയാ? ഒന്നാമത് അതിൻ്റെ അകത്തിൽ പറയേണ്ട പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, വസ്തിയുടെ നീക്കത്തിന് ശേഷമുള്ള ശൂന്യത ദൈവിക ഒരുക്കത്തിന്റെ ഭാഗമാണ് അല്ലേ? ഇപ്പൊ രാജ്ഞി ഉണ്ടോ യഥാർത്ഥത്തിൽ? ഇല്ല. അവിടേക്കാണ് എസ്തേർ കടന്നു വരുന്നത്. എസ്തേറിന്റെ രംഗപ്രവേശനം വസ്തിയുടെ നീക്കത്തിന് ശേഷമുള്ള ശൂന്യത ദൈവിക ഒരുക്കത്തിന് വേണ്ടിയുള്ള ഭാഗമാണ്. രണ്ടാമത് അതിനകത്തിൽ പറയേണ്ടത് സാമ്രാജ്യം മുഴുവനുമുള്ള സുന്ദരികളുടെ തെരഞ്ഞെടുപ്പ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എല്ലാവരെയും കൊണ്ടുവന്നിട്ട് അതിൽ നിന്നുള്ള ഒരു വലിയ തെരഞ്ഞെടുപ്പ് അവിടെ നടത്തുന്നത്. ആ വലിയ തെരഞ്ഞെടുപ്പ് തന്നെ യഥാർത്ഥത്തിൽ ദൈവികപരമായ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ ആ തെരഞ്ഞെടുപ്പിലൂടെ ഒരാൾക്ക് വിജയപദം അലങ്കരിക്കുവാനായിട്ട് സാധ്യമാകുള്ളൂ എന്നതാണ്. ഹദസ് അല്ലെങ്കിൽ എസ്തേർ മൊർദെഖായിയുടെ വളർത്തുമകളാണ്. മകളോ ഒന്നുമല്ല, മരിച്ചുപോയതാണ് മാതാപിതാക്കന്മാർ. മൊർദെഖായിയുടെ വളർത്തുമകളായി ഈ ദേശത്തേക്കൊക്കെ വന്ന സ്ത്രീയാണ്. അപ്പം ദൈവികപരമായ തെരഞ്ഞെടുപ്പിന് വേണ്ടി മുഖാന്തരമാകുകയാണെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 12 മാസത്തെ ശുദ്ധീകരണവും സൗന്ദര്യ പരിശീലനവുമാണ് പറയുവാനായിട്ടുള്ളത്. പിന്നെ രാജാവിന്റെ മുമ്പിൽ എത്തുമ്പോൾ എല്ലാവർക്കും എസ്തേറിനോട് പ്രീതി തോന്നുകയാണ്. അവസാനമായി രാജാവ് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കുന്നു. ഇങ്ങനെയാണ് ദൈവികപരമായ ഇടപെടലുകളുടെ ഘട്ടങ്ങൾ എസ്തേറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നത്. രണ്ടാമത് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് മൊർദെഖായിയുടെ ജീവിതത്തിൽ 2-ാം അധ്യായത്തിൽ കാണുന്ന മുഖ്യ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? മൊർദെഖായിയുടെ ജീവിതത്തിൽ 2-ാം അധ്യായത്തിൽ നിന്ന് കാണാൻ പറ്റുന്ന വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട മൊർദെഖായും ഒരു വലിയ കഥാപാത്രമായി എസ്തേറിന്റെ പുസ്തകത്തിൽ മാറുന്നുണ്ട്. മൊർദെഖായിയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുവാനുള്ള ചില പാഠങ്ങൾ 2-ാം അധ്യായത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമത്, പ്രവാസിയായിട്ടും യഹൂദ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. ആണോ? ആണോ ഒന്ന് പറഞ്ഞേ. അതെ, നിങ്ങളും ഒക്കെ പ്രവാസികളായി ഇപ്പോൾ അല്ലയോ? ചിലർക്കൊക്കെ സിറ്റിസൺ കിട്ടിക്കാണും, എങ്കിലും നിങ്ങളും പ്രവാസിയാണ്. പ്രവാസിയായി മറ്റൊരു ദേശത്തൊക്കെ ആയിരിക്കുന്നു. എന്നാൽ ഓർത്തഡോക്സ് വിശ്വാസത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതിലുള്ള 10-20 പേരൊക്കെ ഈ പരീക്ഷ എഴുതാനും എസ്തേറിനെ പറ്റി പഠിക്കുവാനായിട്ടൊക്കെയുള്ള നിങ്ങളുടെ ശ്രമം നടത്തുന്നത് തന്നെ മൊർദെഖായിയെ പോലെ പ്രവാസത്തിലായിട്ടും ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് മൊർദെഖായിയുടെ ഒന്നാം പ്രത്യേകത, പ്രവാസിയായിട്ടും യഹൂദ വിശ്വാസത്തിൽ ഉറച്ചു നിന്നവനാണ് മൊർദെഖായി. രണ്ടാമത്, മൊർദെഖായിയുടെ പ്രധാന വിശേഷണം സഹോദരിയുടെ മകളായ എസ്തേറിനെ ദൈവഭക്തിയോടെ സ്വന്തം മകളെ പോലെ വളർത്തി എന്നുള്ളതാണ്. സഹോദരിയുടെ മകളായ എസ്തേറിനെ
ദൈവഭക്തിയോടെ സ്വന്തം മകളായി മൊർദെഖായി വളർത്തിയതാണ് മൊർദെഖായുടെ രണ്ടാമത്തെ വിശേഷണം. മൂന്നാമത് എസ്തേറിനെ തന്റെ യഹൂദ്യത മറച്ചു വെക്കാൻ ഉപദേശിച്ചു എന്നുള്ളതാണ്. യഹൂദ്യ രീതികൾ മറച്ചു വെക്കാൻ വേണ്ടി ഉപദേശിച്ചു. കാരണം എന്താ? ഇപ്പം ബാബിലോണിലാണ്, പേർഷ്യയിലാണ് അല്ലേ? സ്വാഭാവികമായി രാജാവ് ഒരു യഹൂദ സ്ത്രീയെ ആയിരിക്കത്തില്ല കല്യാണം കഴിക്കുന്നത്, രാജ്ഞിയായി തെരഞ്ഞെടുക്കുന്നത്. ആ സാമ്രാജ്യത്തിലെ ആളുകളെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടൊക്കെ മറച്ചു വെക്കുവാനായിട്ട് ഉപദേശിക്കുകയാണ്. മൂന്നാമത് രാജാവിനെതിരായ ഗൂഢാലോചനകൾ പുറത്തു കൊണ്ടുവരുവാൻ മൊർദെഖായി ശ്രമിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ വിശേഷണമാണ്. അവസാനമായി രാജാവിന്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ പേര് കുറിക്കപ്പെട്ടു എന്നുള്ളതാണ് മൊർദെഖായുടെ പ്രത്യേകത. ഇത്രയും പ്രത്യേകതകളാണ് മൊർദെഖായുടെ രണ്ടാം അധ്യായത്തിൽ നിന്നും മൊർദെഖായുടെ വിശേഷണങ്ങൾ. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. ഈ ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇതൊക്കെ വന്നാൽ മതിയായിരുന്നില്ലയോ? മൂന്നാമത്തെ ചോദ്യം, ഈ ചോദ്യമൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. മേരി മാത്യു ടീച്ചറിനോടൊന്ന് പറയണം. ടീച്ചറാണല്ലോ ഇപ്പോഴത്തെ സമാജത്തിന്റെ കേന്ദ്ര ജനറൽ സെക്രട്ടറി. ഈ ചോദ്യമൊക്കെ ചോദിക്കാവുന്നൊന്ന് പറയണം. ചുമ്മാതാ കേട്ടോ, ഇതൊക്കെ നിങ്ങളൊന്ന് എഴുതിയെടുക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം എസ്സയായിട്ട് പറ്റിയ ഒരു ചോദ്യമാണ്. എസ്തേറിന്റെ തിരഞ്ഞെടുപ്പിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്ന ആത്മീയ ഗുണങ്ങൾ എന്തൊക്കെയാണ്? എസ്തേറിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മീയ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ, ഈ അധ്യായം കൂടെ ഒക്കെ ഒന്ന് എഴുതുവാണെങ്കിൽ നല്ലതാ കേട്ടോ. രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു സൗന്ദര്യവും സുമുഖതയും ഉള്ളവളായിരുന്നു എന്നുള്ളതാണ്. ഈ രണ്ടാം അധ്യായം 7-ാം വാക്യം എന്നൊക്കെ നിങ്ങൾ ഉത്തരവൊക്കെ എഴുതുമ്പോൾ സൈഡിലോട്ട് എഴുതി കഴിഞ്ഞാൽ വിചാരിക്കും ഈ പേപ്പറൊക്കെ വായിക്കുന്ന അച്ഛന്മാരും അധ്യാപകരൊക്കെ ഇവര് മൊത്തം പഠിച്ചു വേദപുസ്തകം മൊത്തം അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ആളുകളാണ്. അവരുടെ വാക്യം പോലും റെഫറൻസ് ആയിട്ട് എഴുതി വെച്ചേക്കുക. ഫുൾ മാർക്ക് നിങ്ങൾക്ക് അങ്ങ് തരുകയായിരിക്കും. അപ്പോൾ രണ്ടാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നു എസ്തേറിന്റെ തെരഞ്ഞെടുപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആത്മീയ ഗുണങ്ങളായി അതിനെ കാണാം സൗന്ദര്യവും സുമുഖതയുമാണ്. അതിനുശേഷം രണ്ടാമത് അനുസരണശീലവും വിനയമാണ്. രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അത് പറയുന്നത്. രണ്ടാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു അനുസരണവും വിനയവുമാണ്. മൂന്നാമത് ഉചിതമായ പെരുമാറ്റവും ശ്രേഷ്ഠമായ സ്വഭാവവും. രണ്ടാം അധ്യായത്തിന്റെ 15-ാം വാക്യം. അതോടൊപ്പം നാലാമത് ഭക്തിയും സ്വന്തം ജനത്തോടുള്ള സ്നേഹവുമാണ്. അഞ്ചാമത് ധൈര്യവും വിശ്വാസമാണ്. ആറാമത് രാജാവിനും ജനങ്ങൾക്കും പ്രിയങ്കരിയായി തീർന്നതാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാമ്പുറങ്ങളിൽ പ്രവർത്തിച്ച ആത്മീയ ഗുണങ്ങൾ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത്, നമ്മുടെ സമയം അവസാനിക്കുകയാണല്ലോ. അച്ഛനോടെ കൈയും കാലൊക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ അച്ഛ സമയം 4 അല്ല, ഇവിടുത്തെ സമയം 4 അവിടുത്തെ സമയം എത്ര ആയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. 7:30 കണ്ടായെന്ന് നിർത്താനായിരിക്കും. അവസാനത്തെ ചോദ്യം, എസ്തേറിന്റെ 2-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവശാസ്ത്രപരമായ പാഠങ്ങൾ എന്തൊക്കെയാണ്? എസ്തേറിന്റെ 2-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവശാസ്ത്രപരമായ പാഠങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്, ദൈവം മനുഷ്യരുടെ തെരഞ്ഞെടുപ്പിനെയും തീരുമാനങ്ങളെയും തന്റെ പദ്ധതിക്കായി ഉപയോഗിക്കുന്നു. രണ്ടാമത്, ദൈവം മനുഷ്യന്റെ പുറംമൂടികൾ നോക്കാതെ ഹൃദയം നോക്കുന്നവനാണെന്ന് കാണിക്കുന്നു. മൂന്നാമത്, പ്രവാസത്തിലും വിശ്വാസ ജീവിതം പാലിക്കാമെന്ന് കാണിക്കുന്നു. 4, വിശ്വാസനിഷ്ഠയോടെ ജീവിക്കുന്നവരെ ദൈവം ഉയർത്തുന്നു എന്ന് കാണിക്കുന്നു. 5, ദൈവിക തെരഞ്ഞെടുപ്പ് എല്ലായ്പ്പോഴും ജനത്തിന്റെ രക്ഷയ്ക്കായി മാറുന്നു എന്ന് കാണിക്കുന്നു. 7-ാമത്, മൊർദെഖായിയുടെ രാജഭക്തിയും എസ്തേറിന്റെ വിനയവും ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് കാണിക്കുന്നു. തീർച്ചയായിട്ടും ഈ 1 മണിക്കൂർ അധികം നമുക്ക് എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തും 2-ാം അധ്യായവും, അതായത് നിങ്ങളുടെ പാഠപുസ്തകത്തിലെ ചാപ്റ്റർ 6ഉം 7ഉം ആണല്ലോ നമ്മൾ എടുത്തതും. തീർച്ചയായിട്ടും മനസ്സിലായെന്നാണ് എൻ്റെ വിചാരം. ഒരു പരിധി വരെയൊക്കെ, പ്രത്യേകിച്ച് നേരിട്ട് കാണാതെ ഒരു ശൂന്യതയിലേക്ക് നോക്കി പറയുന്നതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടെങ്കിലും
തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ ഒരു വിചാരം. ഈ ഇന്നെടുത്ത എടുത്ത മൊത്തം ഭാഗത്തിന്റെ ഏകദേശം ഒരു 6 പേജോളമുള്ള ഒരു PDF ആയിട്ട് ഞാൻ നിങ്ങളുടെ അച്ഛന് അതിന്റെ നോട്ട്സ് അയച്ചു കൊടുക്കാം. ചോദ്യം ഉത്തരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങളുടെ അച്ഛന് ഞാൻ ഇപ്പോൾ തന്നെ അത് ഇട്ടുകൊടുക്കാം. അതോടൊപ്പം തന്നെ രൂത്തിന്റെ പുസ്തകത്തെക്കുറിച്ചും ഞാൻ തയ്യാറാക്കിയ ചില നോട്ട്സ് കൂടെ അച്ഛന് ഞാൻ ഇട്ടുകൊടുത്തേക്കാം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു അവസരം തന്ന വന്യനായ എബി അച്ഛനോട് നല്ല ശ്രദ്ധ തന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള നന്ദി ഓർമ്മപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് 2 രാജ്യത്താണ്, 2 ഒത്തിരിയേറെ ദൂരമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് ഇന്നിന്റെ കാലഘട്ടത്തിലെ വിവര സാങ്കേതിക വിസ്ഫോടനത്തിന്റെ സാധ്യതകൾ അനുദിനം അനുനിമിഷം ലോകത്തിന്റെ അതിർത്തികൾ എവിടെ ഇരിക്കുന്നവരെയും കാണുവാനായിട്ടുള്ള വലിയ സാധ്യത ഉപയോഗിച്ചാണല്ലോ നമ്മളൊക്കെ കണ്ടത്. പലരുടെയും ഒക്കെ മുഖം ആദ്യമായിട്ട് കാണുന്ന മുഖങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങളെയൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങളെയൊക്കെ ഏത് സ്ഥലത്തൊക്കെ ആയിരുന്നാലും പ്രാർത്ഥനയിലൂടെ, നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ ഒക്കെ ജീവിക്കുവാനും നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഒക്കെ സന്തോഷമാകട്ടെ. നിങ്ങളുടെ കുടുംബജീവിതമൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. പ്രവാസത്തിലൊക്കെയാണ്. പ്രവാസം ഈ വേദപുസ്തകം പഠിക്കുന്നു, ഈ എസ്തേറും രൂത്തും ഒക്കെ പഠിക്കുന്നവർക്കറിയാം. പ്രത്യേകിച്ച് എസ്തേറിന്റെ പുസ്തകമൊക്കെ പഠിക്കുന്നവർക്കറിയാം പ്രവാസം നൊമ്പരങ്ങളുടേതാണ്. എന്തൊക്കെ പറഞ്ഞാലും അത്യാവശ്യം ഇവിടത്തേക്കാളൊക്കെ മൂല്യമുള്ള അല്പം കൂടെയൊക്കെ സാമ്പത്തികപരമായി ഇതൊക്കെ കിട്ടിയാലും നിങ്ങൾക്കൊക്കെ മനസ്സുകൊണ്ട് എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്ന്. എന്തായാലും വേദപുസ്തകം പഠിപ്പിക്കുന്നത് പ്രവാസം നൊമ്പരങ്ങളുടേതാണെന്നുള്ളതാ. എന്നാലും അവിടെയൊക്കെ ആയിരിക്കുമ്പോഴും പ്രവാസത്തിലായിരിക്കുന്ന ഒരു ജനതയാണല്ലോ നിങ്ങൾ. എങ്കിലും അവിടെ ആയിരുന്നു കൊണ്ട് ഇതൊക്കെ പഠിക്കുവാനായിട്ടൊക്കെ നിങ്ങൾ കാണിക്കുന്ന മര്യാദയ്ക്ക്, നിങ്ങൾ കാണിക്കുന്ന ഒരു വലിയ ഊർജത്തിന് എല്ലാവരോടുമുള്ള നന്ദിയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മാത്രം മൗത്തിരിക്കപ്പെടട്ടെ. പ്രിയമുള്ള അച്ഛ, പ്രിയമുള്ള മർത്തമറിയ സമാജ അംഗങ്ങളെ, ബഹുമാനപ്പെട്ട അച്ഛന്റെ ക്ലാസ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ് എടുക്കുവാനായിട്ട് മനസ്സ് കാണിച്ച പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നോട്ട്സ് അച്ഛൻ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് ഇപ്പം തന്നെ ഞാൻ ഇട്ടേക്കാം. ഓക്കെ, സിഡ്നി റീജിയനിലുള്ള കോർഡിനേറ്ററെ ഏൽപ്പിച്ചുകൊള്ളാം. ഞാൻ അത് സർക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും, പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് പിരിയാം. എല്ലാ അനുഗ്രഹങ്ങളും അച്ഛനുണ്ടാകട്ടെ. അതിൽ പറയാനുണ്ടെങ്കിൽ പറയാം, പറഞ്ഞോളൂ. സോറി അച്ഛ, നോട്ട്സ് ഇംഗ്ലീഷിലുണ്ടോന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഓക്കെ, മർത്തമറിയ സമാജത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് കെയ്ൻസിൽ നിന്നും പ്രൈസി അച്ഛന് ഔട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അച്ഛൻ അച്ഛാ, ഗുഡ് ഈവനിങ്. Good evening, everyone. ഞാൻ ഇംഗ്ലീഷിലാണ് പറയുന്നത്, അതാ comfortable. So, on behalf of all the gathered here today, I would like to sincerely thanks Father Shanu Achan for his inspiring teaching from the book of Esther, and which reminded about the Esther, that how beautiful she was, obedient, wise, confident, respectful. We are truly blessed to receive this insight that strengthen our faith and encourage us to trust in the Lord even in difficult circumstances. I also thank all those who have helped in organizing this session and for all the exam going people, and to each one of you who took the time to be present and participate. May God continue to bless Father Shanu in his ministry, and may the lessons we have learned today remain in our hearts and guide our lives. So thank you once again, Father Ebi, and also all the secretary and trustee, Gigi Chechi and Liji, for giving me this opportunity to share my vote of thanks. Thank you. Have a good evening. അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ച് പിരിയാം. പ്രാർത്ഥിച്ചോ അച്ഛൻ? പ്രാർത്ഥിക്കാം. ശുദ്ധമുള്ള ബാബ, ശുദ്ധനാമത്താ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശുദ്ധാവായ എത്ര ജയമുള്ള ശ്ലീബായ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ശുദ്ധമുള്ള ദൈവമായ കർത്താവ് പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാപുത്രൻ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമായ കർത്താവെ, ഈ പഠന പ്രക്രിയ ഏറ്റെടുത്തിരിക്കുന്ന പ്രിയമുള്ളവരോടുകൂടിയും ഇതിന് നേതൃത്വം നൽകുന്ന വൈദിക ശ്രേഷ്ഠനോടുകൂടിയും ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതത്തിനോടുകൂടി, ഞങ്ങളുടെ ജോലിയോടുകൂടി, ഞങ്ങൾ ഇന്ന് വാങ്ങിപ്പോയോടുകൂടി ഇപ്പോഴെന്നേക്കും കൃപയും കരുണയും ഉണ്ടാകുവാനായിട്ട് തന്നെ
Thank Okay. you. Thank Thank you, you Acha. so much. Thank you. Thank you. Thank Okay. you. Thank you, Acha. You all. Okay. ജിജി ജിജി റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തേക്കെ. ലുക്സ് ലൈക്ക് യു ആർ ദ ഹോസ്റ്റ് നൗ. ഹലോ.